അപ്പോൾ ഇന്നത്തെ GT ഡിസ്കഷനിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇന്നത്തെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റി, മെഡിറ്റേഷനോടൊപ്പം തന്നെ കുറച്ച് ക്രിയേറ്റിവിറ്റി കൂടി ആഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ടാസ്ക് വന്നിട്ടുള്ളത് അല്ലേ. സോ നിങ്ങൾ ഇന്ന് മണ്ഡല ആർട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ ചില ആളുകൾക്ക് ആർട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, അപ്പോൾ അവർ ഇത് ഭയങ്കര രസകരമായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. വേറെ ചില ആൾക്കാർക്ക് ഈ പേപ്പറും പെൻസിലും കളറും ഈ പരിപാടിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല, എന്നെ പോലൊക്കെ. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് എന്താ പറയുക, കണക്ഷൻ ഇല്ലാത്ത ചില ഏരിയകളിലേക്ക് വെറുതെ ഒരു കൂട്ടത്തിനോടൊപ്പം ഫണ്ണി ആയിട്ട് രസകരമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുമ്പം അത് നമ്മുടെ ബ്രെയിനിലെ പുതിയ പുതിയ മേഖലകൾ ഉണർത്തും. അപ്പോൾ അറിയാത്ത കാര്യങ്ങളാണെങ്കിലും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഇമ്മേഴ്സീവായിട്ട് ഒരു മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളൊരു ഇമ്മേഴ്സീവായിട്ട് അത് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ വരച്ച സാധനം നന്നായോ കൊളായോ എന്നുള്ളതല്ല വിഷയം. അതിനിവിടെ ആരും മാർക്കൊന്നും തരാൻ പോണില്ല. നമ്മൾ അതിനെടുക്കുന്ന എഫേർട്ടും അതിൽ കാണിക്കുന്ന താല്പര്യമൊക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് പുതിയ സംഭവങ്ങൾ, ദാറ്റ് മീൻസ് നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഓണാക്കാനുള്ള സിഗ്നൽസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചെയ്ത നിങ്ങൾ ഇന്ന് ഇൻവോൾവ് ആയ മണ്ഡലയിൽ ഇവിടുന്ന് പോകുമ്പോൾ നിൻ്റെ മണ്ഡല നോക്കട്ടെ എന്ന് പറഞ്ഞാൽ വേണ്ട ഞാൻ തരൂല നോക്കണ്ട എന്ന് പറഞ്ഞ പോലത്തിലിരിക്കാതെ അത് കാണിച്ചു കൊടുക്കലോ അത് നന്നായോ പെടുക്കുക എന്നുള്ള എല്ലാ പരിപാടി ഉദ്ദേശം എത്രേ ഉള്ളൂ. എഫേർട്ട് എടുത്തു തോന്നിയ ആൾക്കാർ ഞാൻ പറയും യു വൺ, ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് പുതിയൊരു ചലഞ്ച് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും ബ്രെയിൻ ആലോചിക്കും പുതിയ സാധനം കയറിയിട്ടുണ്ടല്ലോ, ആ വട്ടം കുറച്ചുകൂടി ഇങ്ങനെ ആക്കാമായിരുന്നു, ഒരു ബാങ്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് വട്ടം കിട്ടുമായിരുന്നു എന്നൊക്കെ മൈൻഡ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ശരിക്കും ആ വളഞ്ഞ വട്ടം റെഡിയാക്കാൻ വേറെ എന്തോ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. ബ്രെയിൻ ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് പുതിയ പോസിബിലിറ്റീസിനെ പറ്റിയിട്ട് ചിന്തിക്കുകയാണ്. അടുത്ത പ്രാവശ്യം മണ്ഡല റെഡിയാക്കാനല്ല, ഇതുപോലത്തെ ഒരു ചലഞ്ച് വരുന്ന സമയത്ത് പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് പോസിബിലിറ്റീസിനെ പറ്റിയിട്ട് നമ്മളെ ബ്രെയിനിന് ജനറലൈസ് ചെയ്യും. ഓക്കെ, നമ്മളെ മസ്തിഷ്കം, നമ്മുടെ ബ്രെയിനിൻ്റെ പ്രത്യേകത ഇത് കോഡ് ചെയ്യണതാണ് അല്ലേ. ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഇതിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കെമിക്കലാണ്, ഇമ്പൾസാണ്. അതായത് കെമിക്കൽ ഇമ്പൾസിലൂടെ അത് സംസാരിച്ചുകൊണ്ടിരിക്കണത്. ഇപ്പം ഞാനിങ്ങനെ തൊടുമ്പോൾ തണുപ്പ് ചൂട് എന്നൊക്കെ എൻ്റെ ബ്രെയിനാണല്ലോ മനസ്സിലാക്കണത്. ഈ ബ്രെയിനിന് തണുപ്പ് ചൂടെന്നൊന്നുമില്ല, ഒരു സ്പെസിഫിക് റേഞ്ചിലുള്ള ഒരു കെമിക്കൽ ഇമ്പൾസ് അവിടെ കണക്ട് ചെയ്യുമ്പം ബ്രെയിന് അത് ഡീകോഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ടൈപ്പ് ഓഫ് ഇമ്പൾസ് ഓൺ ആകുമ്പം ഇത് ചൂടാകുന്നു, ഈ ടൈപ്പ് ഓഫ് കെമിക്കൽ സാധനം വരുമ്പം ഈ ഇലക്ട്രിക്കൽ മെസ്സേജ് വരുമ്പം അത് തണുപ്പാകുന്നു, ഇത് പച്ചയാകുന്നു, ഇത് ചുവപ്പാകുന്നു, ഇത് മലയാളമാകുന്നു, ഇത് ഇംഗ്ലീഷ് ആകുന്നു, അങ്ങനെ ഇത് ജസീനയാകുന്നു, ഇത് ഫാത്തിമയാകുന്നു. ഇന്നതൊക്കെ നമ്മൾ ബ്രെയിനിനെ എന്ത് ചെയ്താണ്, കോഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മളെ ബ്രെയിനിനെ ലേൺ ചെയ്യിപ്പിക്കുക, ബ്രെയിനിനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് മലയാളം ഇംഗ്ലീഷും ഈ സാധനം ഒന്നും അല്ല അറിയാം. അതിന് ആകെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇങ്ങനെ കൊടുക്കുമ്പം അതിനെ ഡീകോഡ് ചെയ്യാൻ നമ്മൾ ചില സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ മണ്ഡല വരച്ചാൽ എന്ത് വരച്ചാലും നമ്മളതിന് മണ്ഡല എന്ന് പേരിട്ടാലും ബ്രെയിനിന് അതിന് വേറെ എന്തൊക്കെയോ ആണ്. ബ്രെയിൻ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫേർട്ടിലൂടെ ഇതിനെന്താക്കിയിട്ടാണ് ജനറലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പം വല്ലാത്തൊരു പണിയായിപ്പോയി ഒരു തന്നത്, പക്ഷേ മോശമായിപ്പോയി, അടുത്തുള്ളവരൊക്കെ കണ്ട് ഞാൻ വരച്ചത് ഇതിൻ്റെ വട്ടം വളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞാൽ വേറെ കുറച്ച് ആൾക്കാർ മെഡിറ്റേഷൻ കഴിഞ്ഞോടെ തന്നെ ഇത് ചെയ്ത് ഇത് ഇങ്ങനൊന്നും അല്ലടാ ശരിയാവണില്ലടാ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം പാവങ്ങൾ വീഡിയോയിലൊന്നും ഇല്ലാത്ത കുറേ പാവങ്ങൾ എനിക്കറിയാം. ഇവർക്ക് ഇത് ഇടാനും തോന്നുന്നില്ല, വീഡിയോയിൽ വരാനും തോന്നില്ല, വീഡിയോയിൽ ഇരിക്കുന്നതാണ് റീൻസെങ്ങാനം വന്ന് കാണിച്ചു തരുമോ വെച്ചാൽ കാണിച്ച് പെട്ടും പോവും. മാത്രമല്ല വരച്ച് തുടങ്ങിയ സമയത്തായിരിക്കും കെട്ടിയോളം എങ്ങൾക്ക് എന്താ ഇപ്പോൾ രാവിലത്തെ എന്തൊരു പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ട് കുടുങ്ങിയ കുറേ ടീംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ലൊരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ആകെ കുടുങ്ങിയ ഫീലിങ്ങിലാവരുത്. ഇത് എന്താ ഇപ്പോൾ ഇത് കഥ കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല അല്ലേ, മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന കോലത്തിലാകരുത്. അപ്പോൾ നമ്മൾ റോങ് മെസ്സേജാണ് കൊടുക്കണേ. അതല്ല ഇതിൻ്റെ ഉദ്ദേശം. നിങ്ങൾ പുതിയ എന്തോ ഒരു കാര്യത്തിനൊരു സ്റ്റെപ്പ് എടുത്തു, മനസ്സിലായല്ലോ. ഇപ്പോൾ എനിക്ക് തൈക്കോണ്ടോ അറിയില്ല, കരാട്ട അറിയുന്നതുകൊണ്ടല്ല പേരെടുത്തത്, വെറുതെ രസത്തിന്. അപ്പോൾ തൈക്കോണ്ടോ അറിയില്ല, കരാട്ട അറിയില്ല, കളരിയോ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ ഒരു നല്ല മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ, നല്ലൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലൂടെ വന്ന ഉടനെ തന്നെ എനിക്ക് അറിയാത്തൊരു കാര്യത്തെ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാനൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും നമുക്ക് പുതിയ സ്റ്റെപ്പുകൾ, പുതിയ ഇനീസിയേഷൻസ് കൊടുത്തോണ്ടിരിക്കണം. ലാസ്റ്റ് വീക്കിൽ ഹോസ്റ്റ് ആയിട്ട് മെൻറ്റർ ഹുദ ആയിരുന്നു. അപ്പോൾ ഹുദ നമ്മൾ GT തന്ന ടാസ്ക് എന്തായിരുന്നു, നിങ്ങൾ ഡിലേ ആക്കിയൊരു കാര്യം ഇന്ന് ചെയ്യാമെന്ന്. പക്ഷെ അതിൽ വന്നൊരു രസകരമായ കാര്യം എന്താ വെച്ചാൽ ഡിലേ ആക്കിയ കാര്യം ചെയ്യണമെന്ന് ചിലർ തീരുമാനിച്ചപ്പോഴേക്ക് തന്നെ അത് നടക്കാനൊരു പോസിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും പോലെ മാജിക്കലായിട്ട് നടന്നു. ഞാൻ കണ്ടൊരു പാർട്ടിസിപ്പൻറ്റ് ഷെയർ ചെയ്തൊരു ഫീഡ്ബാക്കിൽ ആ ഒരു സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അന്ന് തന്നെ റൈറ്റായിട്ട് ബ്രദർ വിളിച്ചിട്ട് ആ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി. അപ്പം ദാറ്റ്സ് ഇസ് റിയലി മാജിക്കൽ. ഇങ്ങനത്തെ പല മാജിക്കൽ എക്സ്പീരിയൻസും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓൾ തിങ് ഈസ് നമ്മളതിൽ ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ മെഡിറ്റേഷൻസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ടോക്ക് തുടങ്ങുന്നതിൻ്റെ ഇടയിൽ
അതൊരു പ്രത്യേക സമയമാണ്. ഞാൻ സംസാരിക്കാൻ കയറുന്നതിൻ്റെയും ധ്യാനം കഴിഞ്ഞതിൻ്റെയും ഇടയിലുള്ള നിമിഷം. വേണമെങ്കിൽ ഗൈഡഡ് ചെയ്യാമെന്നൊക്കെ പറയാം. വെറുതെ ദാറ്റ് മീൻസ് ആ പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല മെഡിറ്റേഷൻ കഴിഞ്ഞ് റിലാക്സ് ചെയ്തിട്ട് ഒരു കാര്യത്തെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. സെഷൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് കൊല്ലാം. എങ്ങനെ? എന്താ ഈ ഗൈഡ് വരാത്തേ, എന്താ ഇത് തുടങ്ങാത്തേ? മെഡിറ്റേഷൻ കഴിഞ്ഞ് ഇപ്പം മെൻറ്റർ എന്തൊക്കെയോ പറയുന്നുണ്ടായിരിക്കും, അത് കഴിഞ്ഞ് 7 ആകുമ്പോഴേക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഗോൾഡൻ ഹവേഴ്സ് അല്ലെങ്കിൽ ഗോൾഡൻ മിനിറ്റ്സും സെക്കൻഡ്സാണ് നിങ്ങൾ എന്ത് ചെയ്യണത് നഷ്ടപ്പെടുത്തുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് സീക്രട്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു ശ്വാസം ഉള്ളോട്ട് എടുക്കുന്നതിൻ്റെയും ശ്വാസം റിലീസ് ചെയ്യുന്നതിൻ്റെയും ഇടയിലാണ് നിങ്ങളുടെ മാജിക്കൽ മൊമെൻറ്റ് കിടക്കുന്നത്, നിങ്ങളുടെ റിവൈറിക് മൊമെൻറ്റ് കിടക്കണം എന്നുള്ളതാണ്. ഒരു ഇൻഹെയിൽ ഹോൾഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്നതിൻ്റെ ഇടയിലൊരു പോസ് ഇല്ലേ, ഇതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ കഴിഞ്ഞുടനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഒരു ആൾട്ടേർഡ് സ്റ്റേറ്റിലായിരിക്കും. ആ ആൾട്ടേർഡ് സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വന്നിട്ട് ഉറക്കത്തിൻ്റെയും ഉണർച്ചയുടെയും ഇടയിലുള്ള പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ പോയിന്റിൽ നമ്മൾക്ക് തരുന്ന ടാസ്കുകൾ, ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഹൈലി ഇഫക്റ്റീവ് ആവും. അതവിടെ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും മെൻറ്റേഴ്സ് വന്ന് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് വന്ന് ടോക്ക് ചെയ്യും, നമ്മൾ അവരെ കേൾക്കുന്നു. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വൺസ് വി എൻറ്റർ ടു ദിസ് ഡിസ്കഷൻ, ഈ ഡിസ്കഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഇമ്മേഴ്സീവ് ആയിട്ട് എന്താണോ ചെയ്യുന്നത് അതിനെ ജനറലൈസ് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും, മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പ്രധാന ഭാഗം നിങ്ങൾ മണ്ഡല ചെയ്യലാണ്. ഇനിയിപ്പോൾ എൻ്റെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ചെയ്ത മണ്ഡല കുളമാകാതെ നല്ല നീറ്റായിട്ട് അതവിടെ ഇൻ്റഗ്രേറ്റ് ആവാൻ നിങ്ങളുടെ ബോധത്തെ വേണ്ടാത്ത ഒന്നിലേക്കും തിരിക്കാതെ കുറച്ച് സമയത്തേക്ക് ഒരു പോയിന്റിലേക്ക്, ഒരു വിഷയത്തിലേക്ക് തിരിച്ചു വെക്കുക എന്നുള്ളത് മാത്രമാണ്. ക്ലിയർ ആയോ? നമ്മൾ ചെയ്ത് ഇങ്ങനത്തെ പല നല്ല കാര്യങ്ങളും ചില സമയത്ത് നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് ആരാധന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നിസ്കാരം പോലെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന ഇരുത്തുണ്ട്. ആ ഇരുത്തം കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് വേറെ എന്തിലേക്ക് പോകും. ആ വേറെ എന്തിലേക്ക് പോകുമ്പോൾ അത് ശരിക്കും നിങ്ങളെ ഫോക്കസ്ഡ് ആക്കുന്ന, നല്ല ഇൻഫർമേഷൻ കിട്ടുന്നതല്ലാത്ത, നല്ല ഇൻ്റഗ്രേഷൻ നടക്കുന്നതല്ലാത്ത എന്തെങ്കിലും കാര്യത്തിലേക്കാണ് പോകണമെങ്കിൽ അതിൻ്റെ ഇടയിൽ കിട്ടിയ ഇരുത്തത്തിന് കിട്ടിയൊരു ബ്യൂട്ടി ഉണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾക്ക് എന്തൊക്കെയോ നടക്കാണ്ട്. മേ ബി നിങ്ങളുടെ പ്രെയർ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ടൈമാണത്, നിങ്ങളുടെ ഹെൽത്ത് ബോഡിയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പീരീഡാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഫോക്കസ്ഡ് ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും ആയിരിക്കണം, നിങ്ങളെ ഷാർപ്പ് കോൺസെൻട്രേഷനിലേക്കും ഫോക്കസിലേക്കും കൊണ്ടുപോകുന്ന എന്തെങ്കിലും ആണെങ്കിൽ ആ ചെയ്യുന്ന കാര്യമല്ല, ആ ചെയ്യുന്ന കാര്യത്തിന് തൊട്ട് മുന്നേ ഉണ്ടായ സ്റ്റേറ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. ഇതിന് ഞാൻ വേറെ ആയിട്ട് പറയുള്ളത്, ഇപ്പം ഒരാൾ കുറേ നേരം ഫുട്ബോൾ കളിച്ചു ആസ്വദിച്ച് കളിച്ചു. ഫുട്ബോൾ ആസ്വദിച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞ പോലെയാണ് അല്ലേ, ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞ പോലെയാണ്. അപ്പോൾ ആ മെഡിറ്റേഷൻ കഴിഞ്ഞതുപോലെ എന്ന് പറയാനുള്ള കാരണം, ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ 3-4 ആവർത്തി ഓടി കഴിയുമ്പോഴത്തേന് ഇങ്ങനെ കൊണ്ടാവില്ല എന്നറിഞ്ഞ് നിൽക്കുമ്പോൾ അഴ ബോൾ എന്ന് പറയുമ്പോൾ ഓന് വീണ്ടും ഓടും, റൈറ്റ്? അപ്പോൾ എവിടുന്ന് ഊർജ്ജം വരുന്ന അറിയില്ല. കാരണം അവൻ്റെ മുന്നിൽ അവൻ്റെ ആ ബോൾ സൈഡിലൂടെ പോകുമ്പോഴേക്ക് അവനുണ്ട്, അല്ലെങ്കിൽ കൊണ്ടുപോയി അടിച്ചോ ഗോൾ അടിച്ചോ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കില്ല എല്ലാവരും. അത് മുന്നിലൂടെ പോകുമ്പോൾ തന്നെ നമ്മൾ ഉണരും. എവിടുന്നാണ് എനർജി വരുന്നതെന്ന് അറിയില്ല. ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ കണ്ടത്തിലും ഫുട്ബോളും ക്രിക്കറ്റൊക്കെ ആണെങ്കിൽ കാലില്ലേ മുറിഞ്ഞിട്ടുണ്ടായിരിക്കും, തോല് പോയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ചെറുതായിട്ട് ആ ബ്ലഡ് ഇങ്ങനെ വന്ന് അതിൻ്റെ മുകളിൽ ചളിയൊക്കെ പോയിട്ടുണ്ട്, മണ്ണൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇതൊന്നും അറിയൂല. പക്ഷെ ഇത് കഴിഞ്ഞ് ആ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ആയിരിക്കും അമ്മേ എന്ന് പറഞ്ഞിട്ടില്ലേ നടത്തത്തിനൊക്കെ ഒരു രൂപമാറ്റമൊക്കെ ഉണ്ടായിരിക്കും. അതുവരെ അത് അറിയുന്നില്ല. കാരണം എന്താ, നമ്മൾ സൂപ്പർ പെർഫോമൻസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ സൂപ്പർ പെർഫോമൻസ് സ്റ്റേറ്റ് നമ്മൾ ഇമ്മേഴ്സീവായിട്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ സൂപ്പർ പെർഫോമൻസ് സ്റ്റേറ്റിലാണ്. നമ്മുടെ ശരീരത്തിൽ പോലും ഒരു മുറിവേറ്റാൻ നമ്മൾ അറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കാറില്ല, നിങ്ങളുടെ ധ്യാനം അല്ലെങ്കിൽ നിങ്ങളുടെ നിസ്കാരം അതിൽ ഒരാൾ നിങ്ങളെ ബാക്കിൽ നിന്ന് കുത്തിയാൽ പോലും നിങ്ങൾ അറിയാത്ത അവസ്ഥ അല്ലേ? പക്ഷേ നമുക്ക് ചെറിയൊരു ഉറുമ്പടിച്ചാൽ തന്നെ നിസ്കാരം ബാത്തിലാക്കാൻ വന്നിക്കാന്നറിയും. അപ്പം അതുപോലും അറിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ പെർഫോമൻസ് സ്റ്റേറ്റ് ആണ്. ആ സൂപ്പർ പെർഫോമൻസ് സ്റ്റേറ്റിൽ നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റീസ് മീൻസ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന പലതും നമ്മൾ അറിയാതിരിക്കും. കാരണം നമ്മൾ അത്രയും കിക്കിലാണ്, അതിൻ്റെ ഒരു മൂഡിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് ആക്സസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റഗ്രേഷൻ പോയിന്റ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ ഹൈലി റിവൈറിങ് നടത്താൻ പറ്റും, നമ്മുടെ ബ്രെയിന് റീസെറ്റ് ചെയ്യുന്ന ടൈമാണ്. എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നൊരു സംഭവമാണ്. അതാണ് ചില ആൾക്കാർ ഒരു റൈഡ് പോയി കഴിഞ്ഞാൽ ആ റീസെറ്റിങ് കഴിയുമ്പോഴത്തേക്ക് കാം കൂൾ ഒരു 2 ഫുട്ബോളൊക്കെ കളിച്ചൊന്ന് ഓടി എത്തുമ്പോഴത്തേനും ഓക്കെ ഇപ്പം ഒന്ന് എനർജിയൊക്കെ ഒന്ന് മാറി ഒന്ന് വൈബായി എന്ന രീതിയിലേക്ക് നമുക്ക് ഷിഫ്റ്റ് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഷിഫ്റ്റ് വരുന്ന മൊമെൻറ്റ് മാത്രം അല്ല, ആ ഗ്രൗണ്ടിൽ നിന്ന് എണീറ്റ് നമ്മൾ പിന്നെ പോകില്ലേ, ആ പോയിട്ട് ചെയ്യുന്ന കുറച്ച് നേരത്തെ കാര്യങ്ങൾ കൂടി എന്തായിരിക്കണം, നല്ലതായിരിക്കണം. അത് നേരെ പോയിട്ട് കച്ചറുണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഏഷണി പരദൂഷണം
ഈ സാധനം ഇതിനൊന്നും പോകാനുള്ള കോലത്തിലല്ലാണ്ട് വെറുതെ സ്ക്രോൾ ചെയ്തിട്ട് എന്താ നാട്ടിൽ നടക്കുന്നത്, എന്താ അവിടുത്തെ അവസ്ഥ, ഇതൊന്നും ആവരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ആ ഒരു മോഡിലാണ്, അതേ സ്ട്രക്ചറിൽ തന്നെയാണ് മെഡിറ്റേഷൻ. ദെൻ നമ്മൾ ഇനി മുതൽ ഇങ്ങനത്തെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഇൻവോൾവ് ആക്കുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾ ഡൗട്ട് ചെയ്യാതെ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു, ഇൻ ദ സെൻസ് പുതിയ ക്രിയേറ്റീവ് സോണുകൾ ഓപ്പൺ അപ്പ് ആക്കാന്നുള്ള ഇൻറ്റൻഷനിലായിരിക്കണം ചെയ്യുന്നത്. ചിലപ്പോൾ ഇന്ന് മണ്ഡലയായിരിക്കും, നാളെ വേറെ എന്തെങ്കിലും ആയിരിക്കും, മറ്റന്നാൾ ചിലപ്പോൾ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സംഗീതമൊക്കെ അഭ്യസിക്കാനായിരിക്കും, ആയിരിക്കും സാരി എന്നൊക്കെ പറയാം, എന്ത് സാരി. പക്ഷെ അതിലൊന്നും നമുക്കറിയാത്തൊരു മേഖല, നമുക്കറിയാത്തൊരു ആർട്ട്, നമുക്കറിയാത്തൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയിലേക്ക് നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുമ്പം ഓപ്പണിങ് യുവർ സെൽഫ് അപ്പ് ടു ദ ലേണിംഗ് ന്യൂ സ്കിൽസ്, അതിനൊരു ചെറിയൊരു ഓപ്പണിങ് ഇട്ട് കൊടുത്താൽ മതി. ഇത് ചെയ്യുമ്പം ഇന്ന് മണ്ഡല നന്നായിട്ട് വരയ്ക്കാനോ ചെയ്യാനോ പറ്റാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് വേണം, എല്ലാവർക്കും ഈ മണ്ഡലമൊന്നും വേണ്ട, ശരിക്ക് നിങ്ങൾക്ക് വേണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ലേ, ഒരു പുതിയ സ്കില്ല്, അവിടേക്ക് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കും. അതാണ് അതിൻ്റെ ഇഫക്റ്റ്. പക്ഷെ എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്, കുളമാക്കരുത്. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഫുട്ബോൾ കളിച്ചു, അവന് 3 ഗോൾ അടിച്ചു, മറ്റവന് ഗ്രൗണ്ടിൽ നിന്നിട്ട് പല ഗോളും സേവ് ചെയ്യാൻ നോക്കി, പക്ഷെ അവനൊക്കെ സ്വന്തം പോസ്റ്റിലേക്ക് തന്നെ അടിച്ചിട്ട് ടീമിനെ തോൽപ്പിച്ചു. അപ്പോൾ ഇവൻ്റെ അവസ്ഥ എന്താ, ഒരാളെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ ജയിച്ചോ തോറ്റോ എന്നുള്ളതിനപ്പുറത്തേക്ക് കളി ആസ്വദിച്ചു, ഹാവ് എൻജോയ്ഡ്, വെരി ഇമ്മേഴ്സീവ്. അതാണ് അതിൻ്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ റിസൾട്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് റിസൾട്ട് കിട്ടിയെന്നുള്ളതല്ല, അതിൽ നിങ്ങൾ മുഴുകിയ മൊമെൻറ്റുകൾ എന്തായി മാറണം, ആ മൊമെൻറ്റുകൾ നിങ്ങൾ എന്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ എല്ലാ ഗൈഡഡ് ടോക്കുകളിലും ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയാവുന്നതും നിങ്ങൾ ആക്ടിവിറ്റി തുടങ്ങുമ്പം വരാമെന്ന് ചിന്തിക്കാതെ അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെഡിറ്റേഷൻ മുതൽ തന്നെ കണക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നിങ്ങൾക്ക് വളരെ വേർത്തിയർ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിട്ട് അത് മാറാമെന്നുള്ള. നമ്മളെല്ലാ ആഴ്ചകളും ഇത്രയ്ക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള മൊമെൻറ്റുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഫ്രീ ആയിട്ട്. മനസ്സിലായില്ലേ? വളരെ ഫ്രീ ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ആളുകൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ, ഗൈഡ് ടോക്കിൽ ഏറ്റവും ബിഗിനേഴ്സ് ആണെങ്കിൽ, ജസ്റ്റ് ഇതൊരു വെറുതെ ഉള്ള ടോക്കായിട്ട് ഒരിക്കലും നിങ്ങൾ കാണരുത്. അതിനാണ് എനിക്ക് ഇനിൻ്റെ ആവശ്യമില്ല, കുറേ ടോക്ക് വെറുതെ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞതുണ്ട്, അതെടുത്ത് ഇങ്ങനെ വെറുതെ അപ്ലോഡ് ചെയ്താൽ മതി. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഇതിനെ ഗൈഡഡ് ടോക്കായിട്ട് തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ജസ്റ്റ് ഒരു ടോക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടോക്കിനപ്പുറത്തേക്ക് ഇതിലൊരു ഗൈഡഡ് പ്രോസസ്സ് നടക്കണം. അതിനാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അതിലൂടെ ആളുകൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം. അതിന് കറക്റ്റായിട്ട് ന്യൂറോ സയൻസും അതുപോലെ തന്നെ അതിൻ്റെ സ്പിരിച്വൽ സയൻസും എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ നടക്കാന്നുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ വെറുതെ ഇനി നമുക്ക് കുറച്ച് കഥ പറയാമെന്ന് പറഞ്ഞ് പറയാൻ എനിക്ക് സമയമില്ല. വൈ വി ആർ മേക്കിംഗ് ദിസ് ഇൻ ദിസ് സ്ട്രക്ചർ, ഇതിന് അതിൻ്റേതായിട്ടുള്ള ചില ഇൻറ്റൻഷൻസ് ഉണ്ട്, ഗോളുകളുണ്ട്. അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഇൻറ്റൻഷന്, ഗോളുകൾ നിങ്ങളുടെ ഇൻറ്റൻഷനായിട്ട് മീറ്റ് ചെയ്യണം. അപ്പോൾ ഫോർ ആസ് ഇതൊക്കെയാണ് ഗൈഡഡ് ടോക്ക്. വരുന്ന ആൾക്കാർക്കോ പാടി നല്ലൊരു ക്ലാസ് ഉണ്ട് പറഞ്ഞു പോയേക്കാം, ഇതൊന്ന് കേട്ടോക്ക്. ഈ സാധനത്തിൽ നമുക്ക് കുറേ യൂട്യൂബ് കണ്ട കുറേ ഐറ്റം പോലെ ശരിയാട്ടോ ഇതൊക്കെ ഞാൻ കേട്ടു, കറക്റ്റ് പോയിന്റാണ് പറഞ്ഞത്. അതല്ല, ബിയോണ്ട് ദാറ്റ് ദർ ആർ ഡീപ്പർ മീനിങ് ഫോർ ഈച്ച് ആൻഡ് എവറി പ്രോസസ്സസ് ദാറ്റ് വി ആർ ഡൂയിങ് എന്നതാണ്. അപ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ പറയുന്നത് ബിഗിനേഴ്സ് ആയിട്ട് വരുന്നോട് ഞാൻ എപ്പോഴും പറയും, മിനിമം നിങ്ങൾ 4 ഗൈഡഡ് ടോക്കെങ്കിലും 4 ഞായറാഴ്ചകളെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം. ഏത് മുതൽ? മെഡിറ്റേഷൻ മുതൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മിനിമം മെഡിറ്റേഷൻ തുടങ്ങുന്ന അരമണിക്കൂറോ 1 മണിക്കൂറോ മുന്നെങ്കിലും ഉണരണം. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടിയിട്ട് മുന്നേ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എത്രത്തോളം പ്രീ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഡീപ്പർ ആകുന്നു അതിനനുസരിച്ചിട്ടാണ് ഓൺ പ്രാക്ടീസ്. ആ പ്രാക്ടീസിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അത് നിങ്ങൾക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് മാറാമെന്നുള്ളതാണ്. അല്ലാണ്ട് പെട്ടെന്ന് മറ്റാളുണ്ടെന്നാൽ പഠിച്ചാനെ അല്ലെങ്കിൽ ദൈവമേ പൊരിച്ച കോഴിയുടെ മണം എന്ന് പറഞ്ഞ പോലെ മെഡിറ്റേഷൻ തുടങ്ങിയിട്ടുണ്ടാവല്ലോ എന്ന് കരുതി വന്നാൽ സോൺ ഔട്ട് ആയിട്ടായിരിക്കും കയറി വരുന്നത്. അങ്ങനെ ആകരുത്. ബി ഇൻ ദാറ്റ് മൊമെൻറ്റ്. ആ മൊമെൻറ്റിലേക്ക് ഫുള്ളായിട്ട് ഇമ്മേഴ്സീവ് ആയിട്ട് വരണം എന്നുള്ളതാണ്. സോ ഇതൊന്ന് ഓർമ്മിപ്പിക്കണം തോന്നി. കാരണം ഇനി എല്ലാ സൺഡേസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ ലൈവായിട്ടും ഇങ്ങനെ കൊടുക്കുന്നതിനെ പറ്റി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്കത് പറ്റില്ല, യാത്രകൾ വരുന്ന സമയങ്ങളുണ്ട്, അപ്പോൾ അത് പറ്റില്ല. പക്ഷേ നാട്ടിലുള്ള സമയത്ത് എല്ലാ സൺഡേസും ഇങ്ങനെ ആയിരിക്കും നമ്മൾ പോണേ. രജിസ്റ്റർ ചെയ്തവർ ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇനി ഇന്നിപ്പോൾ നിങ്ങൾ മണ്ഡല ആക്ടിവിറ്റി പോലൊരു ആക്ടിവിറ്റി ചെയ്തതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇമ്മേഴ്സീവ് ആകുന്നതിനെ പറ്റിയിട്ടാണ്. ഇമ്മേഴ്സീവ് ആകാന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ മുഴുകിയിട്ട് ചെയ്യുക എന്നൊരു സംഭവമാണ്. മുഴുകുക. ഓക്കെ, നമുക്ക് ഒറ്റയ്ക്കിരുന്നിട്ടും കൂട്ടത്തിലിരുന്നിട്ടും ഒറ്റയ്ക്കിരിക്കുമ്പോഴും 2 രീതിയിലും നമുക്ക് നമ്മളോടൊപ്പം ഇരിക്കാം. ഒരാളെപ്പോഴാണോ മുഴുകുന്ന മൊമെൻറ്റിലാണ് പൂർണ്ണമായിട്ടും അയാളോടൊപ്പം ഉള്ളത്. നിങ്ങൾ ഈ മണ്ഡലം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആക്ച്വലി
നിങ്ങളുടെ ഇൻഫീരിയോറിറ്റി തോട്ട് അബൌട്ട് എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ലല്ലോ. ആ സമയത്ത് ഞാൻ വരച്ചിട്ട് സോളജിയിൽ മറ്റേ പ്രാക്ടിക്കൽ ബുക്കിൽ വരച്ച് കുളമായിട്ട് ഇതെടുത്ത് മറ്റേ എന്താണ് റെക്കോർഡ് എടുത്തിട്ട് എറിഞ്ഞതൊക്കെ മൈൻഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ മുഴുകിയിട്ടുണ്ടാവും. ഇല്ല, നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളോടൊപ്പമല്ല, നിങ്ങളിലെ ഇൻഫീരിയോറിറ്റിയോട് ഒപ്പമായിട്ട് നിൽക്കണേ. ഇന്നത്തെ മെഡിറ്റേഷൻ ഇന്നർ ചൈൽഡ് ആയിരുന്നു. വൈ ഇന്നർ ചൈൽഡ്? ഇന്നർ ചൈൽഡിനെ നർച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഈ വരയുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പം എവിടോ ഒരു സാധനം കുടുങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, ഞാൻ എന്ത് വരയ്ക്കാനാ, ഈ പ്രായത്തിൽ ഞാൻ എന്ത് വട്ടം വരച്ച് കളിക്കാനാ എന്നൊക്കെ തോന്നുമ്പം അതിനെ കറക്റ്റായിട്ട് റിവയർ ചെയ്യലാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പം വാട്ട് എവർ ദ ആക്ടിവിറ്റീസ് നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇമ്മേഴ്സീവ് ആകാം. ദാറ്റ് മീൻസ് നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിലേക്കിങ്ങനെ മുഴുകി ഇരിക്കുക എന്നുള്ള. ഇപ്പം ഞാൻ ഈ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു കുട്ടി മുഴുകിയിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മുഴുകിയിട്ട് ഇമ്മേഴ്സീവായിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ട് അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരച്ചിരിക്കാണ്ടതാ. ഈ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ കൂടുതലായിട്ട് നേരത്തെ എനിക്ക് മണ്ടലൊക്കെ ഒരു BGM കിട്ടുന്നില്ല, അതേപോലെ എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു BGM ഇങ്ങനെ കിട്ടുമ്പോൾ മുഴുകി ചെയ്യാൻ പറ്റുന്നുണ്ട്, സന്തോഷമുണ്ട്, മുഴുകാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇമ്മേഴ്സീവായിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അവിടെ ഉണ്ടാകുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് ഒതുങ്ങലും ചുരുങ്ങലും അല്ല, നമ്മളിലേക്ക് ചേരുകയാണ്. ഒതുങ്ങൽ വേറെയാണ്, ചുരുങ്ങൽ വേറെയാണ്, ചേരൽ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ചേരുക എന്ന് പറയുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, ചേർന്നിരിക്കുക എന്ന് പറയും. ഒതുങ്ങുക എന്ന് പറയുമ്പം എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിങ്ങനെ ഒതുങ്ങിപ്പോകും, ആർക്കും കാണിച്ചു കൊടുക്കില്ല. കാരണം കാണിക്കാൻ മടി ഉണ്ടായിട്ടില്ല, പ്രശ്നം ഉണ്ടായിട്ടില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടാൽ പ്രശ്നമല്ലേ എന്ന് ചിന്തിച്ചിട്ടാണ്. അത് ഒതുങ്ങലാണ്. അങ്ങനെയല്ലേ ചിലരെ കണ്ടില്ലേ ഇങ്ങനെ ഇത് നമുക്ക് തോന്നുന്നത് ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതുമ്പോൾ പഠിപ്പിച്ചിട്ടാണ്, ആരും കാണാണ്ട് കാണാൻ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, മനസ്സിലായോ? അപ്പോൾ അവിടെ അത് ഒതുങ്ങലാണ്, അതെന്തല്ല ചേരൽ എല്ലാം എന്നുള്ളതാണ്. നമ്മളോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിസരത്ത് ആരുണ്ട് നമ്മൾ ശ്രദ്ധിക്കൂല. നമ്മളത് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് സൈലൻ്റായിട്ട് ബാക്കിയുള്ളവർ വന്ന് നോക്കുന്നത് പോലും അവർ അറിയൂല. അവർ പരിപൂർണമായിട്ട് അതിലായിരുന്നു. അവരാ ചെയ്യുന്ന വർക്ക് അവർ മുഴുകി ഇങ്ങനെ ചെയ്തു വരുമ്പോഴേക്ക് നാട്ടുകാരൊക്കെ കൂടിയിട്ട് അവരും സൗണ്ട് ഉണ്ടാക്കേണ്ട ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇവരെ ശാന്തതയിലേക്ക് ബാക്കിയുള്ളവർ കൂടി ചേരാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? ഈ പഞ്ചസാരയിലേക്ക് ഇതിങ്ങനെ വരുമല്ലോ, ഉറുമ്പും കൂട്ടം ഇങ്ങനെ അടുക്കൂലേ, അതുപോലെ വരും. നമ്മളെ മാഗ്നറ്റിസം ഓൺ ആവോ? നിങ്ങൾ ഈ ചില ബീച്ചിലും സ്ട്രീറ്റിലൊക്കെ പോയാൽ കണ്ടില്ലേ, ചില സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകൾ അവരിങ്ങനെ ആരും ഉണ്ടായിരിക്കില്ല, പക്ഷെ ഓരവിടെ ഇരുന്നിട്ട് അവരെ സാധനം ഇങ്ങനെ മുഴുകി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്ന് അങ്ങനെ പറ്റി നിൽക്കണേ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഇമ്മേഴ്സീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ എപ്പോഴാണോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം ഇമ്മേഴ്സീവ് ആക്കുന്ന മൊമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നതാണ്. ഇതിനെപ്പറ്റി ഞാൻ പറയും, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പം പോലും നിങ്ങൾക്ക് എന്താവാൻ പറ്റും? ഇമ്മേഴ്സീവ് ആകാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ചില ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒരു കാര്യം ചെയ്തോണോ ഒച്ച ഉണ്ടാക്കില്ലടോ, ഞാൻ അതൊന്ന് തീർക്കട്ടെ, അത് ചെയ്യില്ല, ഉണ്ടല്ലോടോ ഒന്നിതും ഫുള്ളാക്കട്ടെ, ഒരു മിനിറ്റ് പറഞ്ഞു തരാം. ദാറ്റ് മീൻസ് നമ്മളൊരു കാര്യം ചെയ്യുമ്പം മറ്റൊരാൾ അതിൻ്റെ ഇടയിൽ അറിയാണ്ട് കയറി ഇടപെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് അവർക്ക് എന്താവാൻ പറ്റുന്നില്ല, ഇമ്മേഴ്സീവ് ആകാൻ പറ്റുന്നില്ല. ചില സമയത്ത് നമ്മൾ ചില കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില എന്താ ചോദിക്കാൻ ഒരു സ്റ്റെക്കാവും, ഇപ്പില്ല, കാരണം അവരതിൽ ഹിപ്നോട്ടൈസ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് അവരതുവരെ വെയിറ്റ് ചെയ്യുന്നു, അവരത് തീർന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു, അവർ പറയാമെന്ന കാര്യം പോലും മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ചില സമയത്ത് എൻ്റെ സെഷൻസിൽ ഞാൻ വളരെ ഇമ്മേഴ്സീവ് ആകുന്നത് കൊണ്ട് തന്നെ സെഷനിലേക്ക് വരുന്നതിന് മുന്നേ കുറേ ആൾക്കാർ കുറേ ചോദ്യമായിട്ട് വരും. ക്വസ്റ്റ്യൻ നമ്പർ 1 2 3 4 5 6 ഇതൊക്കെ കാര്യനോട് ഞാൻ ചോദിച്ചിട്ട് അടുക്കുള്ളൂ. അപ്പോൾ തുടങ്ങുമ്പോൾ എങ്ങനെയാണ്, ഇതിപ്പം ചോദിക്കണം. പക്ഷെ സെഷൻ തുടങ്ങിയിട്ട് സെഷനിലേക്ക് ഞാൻ ഇമ്മേഴ്സീവ് ആകുമ്പം എൻ്റെ കൂടെ ബാക്കിയുള്ളവർ ഇമ്മേഴ്സീവായിട്ട് സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ മറന്നുപോയി ചോദിക്കാൻ വന്നതൊക്കെ. ഗോട്ട് ദ പോയിന്റ്? അതാണ് ഇമ്മേഴ്സീവ് ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ ഇമ്മേഴ്സീവ് ആകുന്നു, അതിലേക്ക് മുഴുകുന്നുവോ അത്രത്തോളം അത് ഡീപ്പ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ആണ്. ഇനി ഒരു കാര്യം എങ്ങനെ ഇമ്മേഴ്സീവായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് അടുത്ത ചോദ്യം. ഒരു കാര്യം ഇമ്മേഴ്സീവായിട്ട് ചെയ്യുന്നതിലേക്ക് ആ കാര്യം ചെയ്യുന്നതിന് മുന്നേ ഉള്ള മൊമെൻറ്റുകൾ മാക്സിമം മെഡിറ്റേറ്റീവ് ആക്കിയാൽ കോർ സംഭവം നമുക്ക് എന്താ പറ്റും, ഇമ്മേഴ്സീവ് ആക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്, ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നു, വാമപ്പ് ചെയ്തു, എന്നിട്ട് നമ്മൾ മണ്ഡലയിലേക്ക് ഇറങ്ങുന്നു. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മളെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കംപ്ലീറ്റ്ലി ആ തോട്ട്സിനെ സെറ്റിൽ ചെയ്തിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇമ്മേഴ്സീവ് ആകാൻ പറ്റും. ഇനി മറ്റൊന്ന്, ഇതൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ നാച്ചുറലി ഇമ്മേഴ്സീവ് ആകുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും.
അപ്പം എനിക്ക് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ പോണതിനേക്കാളും നല്ലത് സെഷൻ എടുത്തതിന് ശേഷം ഒരു കാര്യം ചെയ്യാൻ പോകണം. ഗോട്ട് ഇറ്റ്? മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാനിങ്ങനെ ഇന്ന് സെഷൻ ഉണ്ട്, സെഷന് കയറണം വരെ ഞാനവിടെ ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഞാനിന്ന് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പോകണം, ആളുകളൊക്കെ നല്ല ഉഷാറായിട്ട് പഠിക്കുകയാണ്, ഇത് കാണേണ്ട ആവശ്യം എനിക്കില്ല. ബിക്കോസ് എനിക്ക് സെഷൻ എടുക്കുക എന്നുള്ളത് എന്താണ്? മെഡിറ്റേഷനാണ്, ഇമ്മേഴ്സീവ് ആണ്. അപ്പോൾ ആ കാര്യത്തിന് മുന്നേ എനിക്ക് പിന്നെ വേറെ എന്തിൻ്റെ ആവശ്യമില്ല, ഒരു മെഡിറ്റേഷൻ്റെ ആവശ്യമില്ല. എന്നാൽ അതേ സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന് വിചാരിക്കാം, ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് എന്ത് വേണം? ഡ്രൈവിംഗ് കുറച്ചുകൂടി ഇമ്മേഴ്സീവായിട്ട് പഠിക്കണമെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല എന്താണ്? ഡ്രൈവിംഗ് പഠിക്കാൻ ടീച്ചറുടെ കൂടെ ട്രെയിനറുടെ കൂടെ ഇറങ്ങണ തൊട്ട് മുന്നേ ഒരു സെഷൻ എടുക്കാം, ഒരു 10 മിനിറ്റ് ഒരു സെഷൻ എടുക്കാം. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്മേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡ്രൈവിംഗ് എനിക്ക് ചലഞ്ചിങ് ആണെങ്കിൽ കൂടി സാധാരണ ക്ലച്ച് ഗിയർ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴുള്ള കൺഫ്യൂഷന് ഇതിന് ശേഷം ഞാൻ പോയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്ര കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കുറച്ചുകൂടി മൈൻഡ് ആക്റ്റീവ് ആയിരിക്കും. അതാ പറയുന്നത്, നമ്മളുടെ ഇമ്മേഴ്സീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതെന്താ നിങ്ങൾ ചൂസ് ചെയ്യാം. മേ ബി ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും. നിങ്ങൾ ഇമ്മേഴ്സീവായിട്ട് കുക്ക് ചെയ്യുന്ന പാരൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ നിങ്ങൾ ആ കുക്കിംഗ് നടത്തുമ്പോഴേക്ക് നിങ്ങളെ ചുറ്റിലും നിങ്ങളെ കുട്ടികളോ വീട്ടുകാരോ അടുത്തുള്ളവരൊക്കെ വന്നിങ്ങനെ നിൽക്കും. ഒന്നെങ്കിൽ ഓർക്കത് പഠിക്കാൻ അല്ലെങ്കിൽ ഓർക്കത് നോക്കിക്കാൻ. ഇവിടെ പൊതുവെ പാരൻസ് എന്താ ചെയ്യുക? അടുക്കളയിലൊക്കെ ഒറ്റൊന്നും വരില്ല, ഞാൻ തന്നെ എല്ലാ പണിയെടുത്തോണ്ടിരിക്കണം, നിങ്ങൾ ഈ വീട്ടിലുള്ളവരൊന്നല്ലേ, നിങ്ങൾക്ക് എന്താ പറ്റുന്ന ഉള്ളിയൊന്നും അരിഞ്ഞാൽ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇമ്മേഴ്സീവായിട്ട് കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുള്ള വീട്ടിൽ അവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. ചില വീട് കോമഡിയാണ്, ചിലപ്പോൾ ഉപ്പയായിരിക്കും ഇമ്മേഴ്സീവ് കുക്ക്. അപ്പോൾ ഉപ്പ അടുക്കള കയറിയ മക്കളെല്ലാവരും ഉണ്ടായിരിക്കും, ഉമ്മ അടുക്കള കയറിയാലോ ആ വീട്ടിലേക്ക് തന്നെ ചിലർക്ക് കയറാൻ തോന്നില്ല. കാരണം എന്താ? നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിയെ എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ദർ ആർ സർട്ടൻ പീപ്പിൾ, അവർ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ മൂളായിരിക്കും. ആ മൂളയിൽ തന്നെ അവർക്ക് എന്താണ്? ആ ഹമ്മയിൽ തന്നെ അവർക്ക് ഇമ്മേഴ്സീവാണ്. അപ്പോൾ ആ ഇമ്മേഴ്സീവായിട്ട് അവരിങ്ങനെ മൂളുമ്പോഴേക്ക് ബാക്കിയുള്ളവരൊക്കെ സൈലൻ്റ് ആവുന്ന, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ആ മൂളൽ കേൾക്കുമ്പോഴേക്ക് അവർ ചെയ്യുന്ന കാര്യത്തിലേക്കൊക്കെ അവർ ആ മൂളലിലേക്ക് ഇങ്ങനെ ചേർന്നിട്ട് നമ്മൾ അറിയണ്ടായിരിക്കില്ല, നമ്മളിങ്ങനെ താളം പിടിക്കുകയെ മൂളയായിരിക്കും. ചുറ്റുമുള്ള ആൾ കൂടി ആ താളത്തിലേക്ക് വന്നിട്ട് അവരുള്ളിലേക്കും ആ ഹമ്മിങ് കയറിയിട്ട് അവർ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നമ്മൾ നിർത്തി. അപ്പോൾ നമ്മൾ എന്ത് നിർത്തിയെന്ന്? ആ മൂളൽ, ഞാൻ മൂളൽ കേട്ടിരിക്കുക, ആ നല്ല ഉണ്ടായിരുന്നു, ഞാനതിലിങ്ങനെ കേട്ടിങ്ങനെ മുഴുകിപ്പോയി എന്ന് പറയാറുണ്ട്. നമ്മൾ പോലും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നാച്ചുറലി നമ്മളിലെ മാഗ്നറ്റിസം ഉണർത്താൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണം, അത് നമുക്ക് ഡെയിലി ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. യു നീഡ് ദാറ്റ് ഡെയിലി. ഇമ്മേഴ്സീവായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഡെയിലി ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ ഡെയിലി ആ ഏരിയ, നിങ്ങളുടെ ബ്രെയിനിൻ്റെ ആ ഏരിയ ഉണർത്തുന്നതിലൂടെ മറ്റുള്ള പല കാര്യങ്ങളിലേക്കും അതിൻ്റെ ഇഫക്റ്റ് കിട്ടും. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇമ്മേഴ്സീവായിട്ട് എന്ത് ചെയ്തു? ശരിക്കും ഇമ്മേഴ്സീവായിട്ടാണ് ചെയ്ത് ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. കുഴപ്പമില്ല, മെൻറ്റേഴ്സിനോട് ചോദിച്ചാൽ ഇന്നത്തെ ആ യൂട്യൂബ് ലിങ്ക് സാധനം ഒന്നുകൂടി തരും, എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഒന്നുകൂടി ഇമ്മേഴ്സീവായിട്ട് ചെയ്ത് നോക്കും, മിസ്സായവർ. ഞാൻ പറഞ്ഞ ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്യാതെ മണ്ടരയിൽ തുടങ്ങിയ ആൾക്കാർ, അതിൽ വർക്ക് ചെയ്ത ആൾക്കാർ ഒന്നുകൂടി വർക്ക് ചെയ്ത് നോക്കി, അപ്പോഴാണ് അതിൻ്റെ ഒരു രസം കിട്ടുക എന്നുള്ളതാണ്. ഇനി എനിക്ക് ഈ പറഞ്ഞ വരയും കുറിയും ഒന്നും കറക്റ്റ് ആവില്ല, പക്ഷേ എനിക്ക് സെഷൻ എടുക്കാമെന്നുള്ളൊരു ഇമ്മേഴ്സീവ് സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ വരയും കുറിയും ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. 2 ഓപ്ഷൻസ് ആണ്. ഒന്ന്, ഇപ്പോൾ ഫാത്തി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാത്തി വരയ്ക്കണ കാണാൻ സൂപ്പറാണ്. അപ്പോൾ എനിക്കത് നോക്കിയിട്ട് അതിലേക്ക് ഇമ്മേഴ്സ് ചെയ്തൂടെ? എന്ത് രസമായിട്ടാലേ പാടുന്നത്, എന്ത് രസമായിട്ടാലേ വരയ്ക്കുന്നത്, എന്ത് രസമായിട്ടാലേ സംസാരിക്കണത്, എന്ത് രസമായിട്ടാലേ കുക്ക് ചെയ്യണത്, അതിങ്ങനെ നോക്കിയിരിക്കുക. നിങ്ങൾ കേട്ടില്ലേ, ഈ വേദം പാരായണം ചെയ്യുമ്പോൾ കേട്ടിരുന്നാലും അതിൻ്റെ ഒരു കൂലി കിട്ടും. പക്ഷെ കേട്ടിരിക്കുന്നവർക്ക് കിട്ടുന്ന ഭാഗത്തിലായിരിക്കും നമ്മൾ പാരായണം. അപശ്രുതിയിലായി കഴിഞ്ഞാൽ ഒരാൾക്ക് ആ വഴിക്ക്, ഞാൻ ഇന്നലെ ശ്രുതിയായിരുന്നു ഇന്നത്തെ ക്ലാസ് റൂമിനൈറ്റിൽ. ഇന്നത്തെ റൂമിനൈറ്റ് കുറേ ആൾക്കാർ അറ്റൻഡ് ചെയ്തില്ല, എനിക്ക് നല്ല പറയുന്നത് ഗ്രേറ്റ് ലോസ്. ഇന്നലെ നമ്മൾ വായനയും സംഗീതമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, നൈസ്. അപ്പോൾ ഏതായാലും അതായത് ഇന്നലെ പറയാം. അപ്പോൾ ഇതുപോലെ ചില ആളുകൾ ചെയ്യുന്നത് നോക്കിയിരിക്കും നമുക്കത് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ട കാര്യം, ഇമ്മേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഇമ്മേഴ്സീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നോക്കിയിട്ട് അസൂയയും കുശുമ്പും ഇല്ലാണ്ട് അത് ആസ്വദിക്കാൻ പഠിക്കാം. എന്താ പോളൊരു വിചാരം, വലിയ വരക്കാരിയാണ്, നമുക്കൊന്നും വരയ്ക്കാത്തത്. ഇതൊക്കെ നമ്മളെ ചൈൽഡിൻ്റെ സാധനങ്ങളാണ്. കാരണം സ്കൂളിൽ നമ്മൾക്ക് എന്താണ്, ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനാണ്, നോട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനാണ്, നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ
കോമ്പറ്റീഷനാണ്. അപ്പോൾ എന്നും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ നന്നായിട്ട് എഴുതുന്നവരെ കാണുമ്പോൾ അറിയാണ്ട് നമ്മളൊക്കെ എഴുതണം കാണുമ്പോണ്ടല്ലോ എനിക്ക് എന്നിട്ട് പോയിട്ട് അപ്പോൾ നമുക്കത് ശരിക്കും എന്തായിരുന്നു, നന്നായിട്ട് എഴുതുന്ന ആളെ നമ്മൾ നോക്കിയിരുന്നാൽ നമുക്കതിൽ ഇമ്മേഴ്സ് ചെയ്യാൻ പറ്റായിരുന്നു. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നായിട്ടില്ലെങ്കിൽ കൂടി നമ്മളെ വേറെ എന്തൊക്കെയോ നന്നാകുമായിരുന്നു. നിങ്ങളുടെ ചുറ്റിലും പരിസരത്തിൽ നിങ്ങളുടെ ചുറ്റിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കലാകാരനോ കലാകാരിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് അസൂയയും കുശുമ്പല്ല വെക്കേണ്ടത്. ആ പരിസരത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇമ്മേഴ്സീവ് ലേണിംഗ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അപ്പോൾ ശരിക്ക് സച്ചിൻ ടെണ്ടുൽക്കർ അല്ല, ഔട്ട്ഡേറ്റ് ചെയ്തു അല്ല, അങ്ങനെയല്ല, പഴയ ആളായി സഞ്ജു സാംസൺ, അതല്ല ട്രെൻഡിനൊപ്പം പോവാം. അപ്പോൾ സഞ്ജു സാംസണ് ശരിക്ക് ഇമ്മേഴ്സ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാ വരുന്ന ബോളൊക്കെ അടിച്ച് അല്ലേ ബൗണ്ടറി ഇങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 6 അടിച്ചുകൊണ്ടിരിക്കും. മൂപ്പർക്ക് ഒരു ഭയങ്കര ഇമ്മേഴ്സ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും. ഗ്രൗണ്ടിൽ ഇറങ്ങാന്ന് പറയുമ്പോൾ ബോൾ ഫേസ് ചെയ്യാൻ പറയുമ്പോൾ മൂപ്പർക്ക് ഇമ്മേഴ്സീവ് ആയിരിക്കും. നമ്മൾ 140 km/h വേഗതയിൽ വരുന്ന മറ്റേ ബോൾ നമ്മൾ ഫേസ് ചെയ്യാൻ ഗ്രൗണ്ടിൽ പോയി നമുക്ക് എന്താ തോന്നുക? ഇമ്മേഴ്സീവാ തോന്നാ, ഉമ്മാന്നാ തോന്നാം അല്ലേ? കാരണം നമ്മളാകെ പേടിച്ചോ, ഇത് പിടിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുക, അങ്ങനെയൊക്കെ തോണ്ടി കളിക്കും. കാരണം നമ്മളെ കൊണ്ട് ഇത് പറ്റൂല. എന്നാൽ അതേ സമയത്ത് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് നമ്മളിങ്ങനെ നോക്കി അവൻ എന്തൊരു ക്ലാസിക് ഷോട്ടുകളാലേ അടിക്കണം, നമ്മളതിങ്ങനെ നോക്കിയിരിക്കുമ്പം നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ചെയ്യുന്ന ആളെ ആസ്വദിക്കുമ്പം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ചെയ്യുന്ന ഇഫക്റ്റ് ഉണ്ടാവുക, വിഷ്വലൈസേഷൻ ഇഫക്റ്റ്. ക്ലിയർ? അവിടെ നമ്മൾ ആസ്വദിക്കുകയാണ് അല്ലേ? അപ്പോൾ നല്ലത് കണ്ടാൽ അപ്രീഷിയേറ്റ് ചെയ്യുക, നല്ലത് കണ്ടാൽ ആസ്വദിക്കുന്നതിലൂടെ മറ്റൊരാളുടെ ഇമ്മേഴ്സീവ് സ്റ്റേറ്റിലേക്ക് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യാണ്. അതാണ് ഒരു ആസ്വാദകന് മാത്രമേ മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാൻ തന്നെയല്ലേ, ഒരു ആസ്വാദകന് മാത്രമേ അത് പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ മേഖലയല്ലാത്ത കാര്യത്തിൽ പോലും മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഇമ്മേഴ്സീവ് ആയിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ആസ്വദിക്കാൻ ശ്രമിക്കാം. അതിലൂടെ എന്ത് ചെയ്യും, നമ്മളിൽ ആ വേർഷൻ ഓണാവും. നമ്മൾ ബ്രെയിനിന് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇമ്മേഴ്സീവ് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ന്യൂറോ സയൻസിൽ ബേസ് ചെയ്ത് പറയാം, ഒരാൾ ഇമ്മേഴ്സീവ് ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ കാര്യം ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാൾ അയാളുടെ ബ്രെയിനിലെ മിറർ ന്യൂറോൺസ് അതായിട്ട് മിറർ ചെയ്യും. ദാറ്റ് മീൻസ് കുറച്ച് നേരത്തേക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ഇൻറ്റേർണൽ സ്റ്റേറ്റ് എന്താണോ സെയിം സ്റ്റേറ്റ് എൻ്റെ ഉള്ളിൽ ഓണാവും. വേറൊരു ഇഫക്റ്റ് ഇങ്ങനെ കിട്ടും. അതുകൊണ്ടാണ് ചില സാധനം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കുമ്പോഴേക്കും നമ്മളൊരു ഹിപ്നോട്ടൈസ്ഡ് ആയി ഫീൽ, ഞാനൊക്കെ മറന്നു, ഞാൻ അതിലാകെ മുഴുകിപ്പോയി, സ്റ്റക്കായിപ്പോയി. ചില ആളുകളൊക്കെ പാട്ടൊക്കെ പാടുമ്പോൾ ഇങ്ങനെ കേട്ട് നമ്മൾ കേൾക്കുന്ന ആൾക്കാർ മറന്നു എവിടാന്നുള്ളത്, അതിലൊക്കെ മുഴുകിപ്പോവും. അപ്പോൾ അവർ പാടുമ്പോൾ ഇങ്ങനെ വാ എന്നൊക്കെ പറയുമ്പോൾ നമ്മളറിയാണ്ട് ഇങ്ങനെ ഇവിടെ സ്ട്രെയിൻ വരും, നമ്മളിങ്ങനെ കാക്കിപ്പോവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരായിരിക്കും ചെയ്യണേ, നമുക്കിതായിരിക്കും. ചില ആൾക്കാർ സിനിമ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കഥാപാത്രം ഞാനിപ്പം നിന്നെ കൊല്ലാടാന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ റോളിൽ എങ്ങനെ നോക്കിയിരിക്കുക, ആ മെയിൻ റോളിൻ്റെ ഭയം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കണ പോലെയാണ് അല്ലേ? വാട്ട് അവരെ സെയിം സ്റ്റേറ്റ് നമ്മൾ ആക്സസ് ചെയ്തു, നമ്മൾ അതിലേക്ക് ഇമ്മേഴ്സ് ചെയ്തു. ഇങ്ങനെ പേടിപ്പിക്കുന്ന, കുത്തുന്ന, കൊല്ലുന്ന കാര്യങ്ങളിൽ ഇമ്മേഴ്സ് ചെയ്യാതെ എന്ത് ചെയ്യുക, ആസ്വാദനം വരുന്ന അല്ലേ നമ്മളിലെ കലാത്മകത, ക്രിയാത്മകത ഉണർത്തുന്ന വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഇമ്മേഴ്സീവായിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മളെ വളരെ ക്രിയേറ്റീവാക്കി മാറ്റുന്നുള്ളതാണ്. ഇപ്പോൾ സഞ്ജു സാംസണ് ബാറ്റിംഗ് ആണ് ഇമ്മേഴ്സീവ്നെസ് എങ്കിൽ AR റഹ്മാൻ പാട്ടാടുമ്പോൾ സഞ്ജു സാംസൺ എന്താ ചെയ്യാൻ പറ്റുക? ഇറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞ് മാറിയിരിക്കുക അല്ല. സഞ്ജു സാംസൺ എന്താ ചെയ്യേണ്ടത്? AR റഹ്മാൻ ഏറ്റവും നന്നായിട്ട് ആ മേഖലയിൽ ഇമ്മേഴ്സീവായിട്ട് പാടും, അത് ആസ്വദിക്കുക. റൈറ്റ്? അത് ആസ്വദിച്ചുകൊണ്ടിരിക്കും തോറും സഞ്ജുവിന് എന്താ ഗുണം കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇമ്മേഴ്സീവ് സ്റ്റേറ്റ് സഞ്ജുവിൽ എങ്ങനെയാണ് അതാക്കുക, സഞ്ജുവിൻ്റെ ബ്രെയിൻ നോക്കുക, ഇത് ഞാൻ ഈ പാട്ടിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുക, പക്ഷേ എൻ്റെ ഇമ്മേഴ്സീവ് സ്റ്റേറ്റ് ഏതാ? ബാറ്റിംഗാണ്. ആ ബാറ്റിങ്ങിൽ അതിൻ്റെ സ്റ്റേറ്റ് എങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ബ്രെയിൻ നോക്കാം. അപ്പോൾ അത് കേട്ടത് വെറുതെ വേസ്റ്റ് ആണില്ല. ചില പാരൻസിൻ്റെ ഒരു അക്രമം എന്ന് പറയാം. ഇവരെന്താ ചെയ്യുക, എക്സാം ആയപ്പോൾ ഗെയിമും കളിച്ചു കുത്തിരിക്കുക അല്ലേ, എക്സാം ആയപ്പോൾ പാട്ടും പാടിയിരിക്കുക അല്ലേ. നിങ്ങളെ കുട്ടിയുടെ ഇമ്മേഴ്സീവ്നെസ് അതിലായിരിക്കാം. അഡിക്റ്റഡ് ആവുന്നത് പ്രശ്നമാണ് എന്നതുകൊണ്ട് തീരെ പാടില്ല എന്നുള്ളതല്ല. നമുക്ക് ഇമ്മേഴ്സീവ് സ്റ്റേറ്റ് എന്താണെന്ന് അറിയിക്കും, നമുക്ക് കണ്ടാൽ മനസ്സിലാവും അവൻ അതിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ വെറുതെ ബോറടിച്ചിട്ട്. ചില ആൾക്കാരുണ്ടല്ലോ, ചിലരെ കണ്ടാൽ നമുക്ക് തോന്നും ഇമ്മേഴ്സ് ചെയ്ത് ഭക്ഷണം കഴിക്കുക, അല്ല സ്ട്രെസ് കൊണ്ട് മറ്റേ ഈറ്റിങ്ങാണ്. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, അവർ ആവശ്യത്തിനെ കഴിക്കും, പക്ഷെ കഴിക്കണേ കാണുമ്പോൾ നമുക്കിഷ്ടമില്ലാത്ത ഭക്ഷണത്തിനോട് വല്ലാത്തൊരു ടേസ്റ്റ് തോന്നിപ്പോവും. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പയർ മുളപ്പിച്ചൊരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ? പയറിങ്ങനെ മുളപ്പിക്കുക, പച്ച പയർ മുളപ്പിക്കുക, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമൊന്നുമല്ല. പക്ഷെ ഞാനിങ്ങനെ എൻ്റെ ഒരു ട്രെയിനേഴ്സ് പ്രോഗ്രാമിന് പോയപ്പം
എൻ്റെ മെൻറ്റർ അതേ ഇങ്ങനെ ഈ സെഷൻസിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനത്തെ പച്ച ഐറ്റംസ് ഒക്കെ ആക്കാം, പച്ച പയറ് സാലഡ്സ് ഇങ്ങനത്തെ ഒക്കെ ആക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇമ്മേഴ്സ് ചെയ്തൊക്കെ കോപ്പി ചെയ്യുന്നതിനിടയിൽ ഇതും കോപ്പി ആയിപ്പോയി. മൂപ്പര് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇതും ഭയങ്കര ടേസ്റ്റിലായിരിക്കും. ഞാൻ മൂപ്പര് ഭക്ഷണം കഴിക്കുന്നതല്ല ആസ്വദിച്ചത്, സെഷൻ എടുക്കുന്നത് ആസ്വദിച്ചു പോയതാ. ആ ആസ്വാദനം എന്തിലേക്ക് കൂടി പകർന്നു? തലയോടുള്ള ആരാധന തലയുടെ അച്ഛനിലേക്കും പോയി എന്ന് പറഞ്ഞതുപോലെ ഈ ക്ലാസ്സിനോടുള്ള ആ ഒരു ഇമ്മേഴ്സീവ്നെസ് അറിയാണ്ട് ആ ഭക്ഷണം ഇതിലേക്കും ഓവർലാപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി പയറ് മുളപ്പിച്ച കൊള്ളാലോ, ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും പോയിട്ട് എന്ത് ചെയ്യും, കുറച്ച് പയറ് മുളപ്പിച്ചെടുത്തിട്ട് നോക്കി. ഭയങ്കര അലമ്പായിരുന്നു സാധനം. പക്ഷേ എൻ്റെ സ്റ്റേറ്റ് ഓഫ് റെഫറൻസിൽ അതുള്ളത് കൊണ്ട് അധികം വൈകാതെ എനിക്കത് ഭയങ്കര രുചിയുള്ള സാധനമായി. ഇപ്പം ഞാൻ എൻ്റെ ട്രെയിനിങ്സും മറ്റുള്ള സമയത്തൊക്കെ ഈ പയറ് മുളപ്പിച്ച് അങ്ങനെ തിന്നുമ്പോൾ എനിക്ക് തന്നെ ഇത് തോന്നും, നല്ല രസമുണ്ട്, പക്ഷെ ഇതെങ്ങനെ രസമുള്ള സാധനമായി, ശരിക്കും ഇത് രസമില്ലാത്ത പക്ഷേ എനിക്കിത് രസമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു. ദാറ്റ് മീൻസ് പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പഠിക്കുന്ന കുട്ടികളെ പ്രാകാതെ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് എന്ന് ചിന്തിക്കാതെ ഒന്ന് ഇമ്മേഴ്സ് ചെയ്ത് നോക്കാം. ചിലതിലൊക്കെ ഇമ്മേഴ്സ് ചെയ്ത് നോക്കിയാൽ നമുക്ക് തോന്നുന്നത് മറ്റാൾ പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ സംഗീതം മുഴങ്ങുന്നത് പോലെ താരാട്ടുപാട്ട് പോലെയൊക്കെ തോന്നും ചില ക്ലാസ്സൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ. പക്ഷേ വാട്ട് വി ഹാവ് ടു ഡു ഈസ് ട്രൈ ടു ഇമ്മേഴ്സ് ഇൻ ടു ദെയർ സ്റ്റേറ്റ്. അത് എടുക്കുന്ന ആളുടെ സ്റ്റേറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇമ്മേഴ്സ് ചെയ്യാൻ നോക്കുക. അവിടെയാണ് ഈ മിററിങ് എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത്. നമ്മുടെ മിറർ ന്യൂറോൺസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു സാധനം കോപ്പി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുന്നത്തെ ഒരു ജീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ യു. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ സ്റ്റേറ്റിൽ ഒന്ന് ഇമ്മേഴ്സ് ചെയ്യാൻ വേണ്ടി നോക്കാം. പക്ഷേ സാധാരണ എന്താ തോന്നുക, അവർ പഠിക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇമ്മേഴ്സ് ചെയ്യാൻ തോന്നും, നമ്മളൊന്നെങ്കിലും ഒതുങ്ങും അല്ലേ, നമുക്കതിലേക്ക് ചേരാൻ പറ്റാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടേതല്ലാത്ത മറ്റുള്ളവർ ഇമ്മേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ആ സ്റ്റേറ്റായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. അതൊരു പോസിബിലിറ്റിയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾക്ക് ഇമ്മേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളുണ്ട്. അത് ഏതാ കണ്ടെത്തിയിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, മുഴുകാൻ വേണ്ടി നോക്കുക. സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റിക് ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇമ്മേഴ്സ് ചെയ്യാൻ പറ്റാം. നിങ്ങളുടെ ഇമ്മേഴ്സീവ്നെസ്, മുഴുകുക എന്ന് പറയുന്ന അവസ്ഥയിൽ എപ്പോഴും ആർട്ട് പ്രകടമാകും. ദാറ്റ്സ് ഇറ്റ്. അതേപോലെ ഇപ്പം കുട്ടികളെ ചിട്ട പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഭയങ്കര സ്ട്രിക്റ്റ് പാരൻറ്റിങ് കൊടുക്കുന്നവരുണ്ട്. ചിട്ട എന്നുള്ളത് അച്ചിട്ടുണ്ടാക്കേണ്ട സാധനമല്ല, മനസ്സിലായില്ലേ? അച്ചടക്കം എന്ന് നമ്മൾ പറയാണ്ടല്ലോ. ഈ അച്ചടക്കം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ ധാരണ അച്ചിലിട്ടിട്ട് അടക്കലാന്നാ, അതിലങ്ങോട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. അച്ചടക്കം 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 വേണമെന്ന് പറഞ്ഞിരിക്കും. എന്നാൽ അച്ചടക്കം എന്നത് ആക്ച്വലി ഒരു വിഷയത്തിൽ ഒരാൾക്ക് അച്ചടക്കം എടുക്കണമെങ്കിൽ, അച്ചടക്കം പാലിക്കാൻ തോന്നണമെങ്കിൽ ആ വിഷയത്തിൽ എന്തെങ്കിലും നമുക്ക് ആസ്വദിക്കാനുണ്ടാകണം. ഇപ്പം സഞ്ജു സാംസൺ കുറേ അച്ചടക്കം പാലിക്കണം, സോഷ്യൽ മീഡിയ ഫുൾ കട്ട് ചെയ്തു. എന്തുകൊണ്ടാണ്? ഹി റിയലി ലവ് വാട്ട് ഈസ് ഡൂയിങ്. ബാറ്റ് ചെയ്യണതും അതിൻ്റെ കാരണം രാജ്യത്തിന് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്നത്, അതിൽ ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുക. അതുകൊണ്ട് അതിന് വേണ്ടി ഏത് അച്ചടക്കവും പാലിക്കാൻ ഹീസ് റെഡി. നമുക്ക് നിർബന്ധിച്ചിട്ടാണോ ഒരാൾ അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ സ്വമേധയാ വരുന്നതാണ് ശരിക്കുള്ള ഡിസിപ്ലിൻ? സ്വമേധയാ വരുന്നതാണ്. ആ ഡിസിപ്ലിനുകൾ ഉണ്ടാക്കുന്നതിൽ ഇമ്മേഴ്സീവ്നെസ്സിന് വലിയ റോളുണ്ട്. അപ്പം ചിലർക്ക് 5 നേരത്തെ നിസ്കാരം ഇത് കറക്റ്റ് ട്രാക്കിലാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് അടിച്ച് പറഞ്ഞ് പേടിപ്പിച്ച് ആകെ നാശാക്കി അങ്ങോട്ട് ടൈറ്റാക്കി വെച്ചിരിക്കും, അനങ്ങി പോരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇമ്മേഴ്സീവ്നെസ് ഉണ്ടോ? ഇല്ല, ഇമ്മേഴ്സീവ്നെസ് ഇല്ല. ആരാണോ അത് നിർദ്ദേശിച്ചത്, നിർദ്ദേശിച്ച ആളുടെ ഭാവം എന്താണോ അതാണ് ആക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചില ആൾക്കാരുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഈ മേഖലയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനൊരു മോഡൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ ആ കാര്യത്തിൽ ഞാൻ പോയി ഇങ്ങനെ കണ്ടപ്പം എനിക്ക് വല്ലാത്തൊരു ഇമ്മേഴ്സീവ്നെസ് കിട്ടി, അതിൽ ഞാൻ തീരുമാനിച്ചു ഞാനിത് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുമ്പം റൈറ്റ് മോഡലാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇമ്മേഴ്സീവായിട്ട് ചെയ്യുന്നതായിരിക്കണം ആളുകൾക്ക് കിട്ടുന്ന മോഡൽ. നമ്മൾ ഇമ്മേഴ്സീവായിട്ട് ചെയ്യാത്ത ഒന്നും ആളുകൾക്ക് മോഡലാക്കി കൊടുക്കാതിരിക്കാം. ക്ലിയർ അല്ലേ? അപ്പം കുക്കിങ് ഒരു വീട്ടിൽ പോകണ്ട, ഒക്കെ മര്യാദയ്ക്ക് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് മറ്റേ അയില മുറിക്കാനൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ മുറിക്കണേമേ തന്നെ ഉണ്ടാക്കി ഡെയിലി കാണുമ്പോൾ എന്ത് ചെയ്യാനാണ്, ഞാൻ തന്നെയല്ലേ ഇവിടെ പണിയെടുക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഇമ്മേഴ്സീവ് ആണോ? ഒരിക്കലും അല്ല. ഇതാണ് കണ്ടിട്ട് എന്ത് ചെയ്യണത്, ബാക്കിയുള്ളവരും കണ്ട് ഇങ്ങനെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓൾവേസ് ഡു ഇൻ ദാറ്റ് സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് എന്നും കുറച്ച് സമയം നമ്മൾ ഇമ്മേഴ്സ് ചെയ്യിക്കുന്ന, മുഴുകിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ പോലും നമ്മളറിയാതെ ആ ഒരു ഒഴുക്കുണ്ടാവും. അതല്ലേ ലൈഫ് എന്ന് പറഞ്ഞാൽ? ലൈഫ് ഈസ് നോട്ട് അബൌട്ട് എപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യൽ അല്ല, ആണോ? ലൈഫ് ഈസ് ഓൾ അബൌട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക.
അപ്പോഴാണ് എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ചില സാധനങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയക്കും. അങ്ങനെ കഷ്ടപ്പെടുന്ന കാര്യങ്ങളും അധികം വൈകാതെ നമ്മൾ എന്ത് ചെയ്യും, ഇഷ്ടപ്പെട്ട് തുടങ്ങുമെന്നുള്ളതാണ്. വലിയ കഷ്ടപ്പാടായിപ്പോയി അല്ലേ, കുറച്ച് ഓവർ ആവുന്നുണ്ട്, ശ്രദ്ധിക്കാം. ദാറ്റ് മീൻസ്, അതായത് പറയാം, ഇപ്പം ഈ രാവിലെ തന്നെ എൻ്റെ ഇന്നലെ രാത്രി 12-1 മണി ആയിക്കിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ തന്നെ എണീറ്റ് വീട്ടിൽ നിന്നൊക്കെ എണീക്കാം, ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്ത് വന്ന് അല്ലേ, ഇത്രയും നേരത്തെ കുളിച്ച് കുട്ടപ്പനൊക്കെ ആയി മാറ്റി പിടിച്ച് സെറ്റായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് ചെറിയൊരു കഷ്ടപ്പാടാണല്ലോ അല്ലേ, കഷ്ടപ്പാടാണല്ലോ. അപ്പം ഈ കഷ്ടപ്പാട് ഞാൻ ഇഷ്ടപ്പെടുന്നിടത്താണല്ലോ അതിൻ്റെ വിജയം. അതിനെ ഇഷ്ടപ്പെടുത്തുന്നത് എന്താണ്, ഇന്നലെ രാത്രി ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയത്. ഞാൻ റൂമിനായിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു കിക്കിൽ, അതിൻ്റെ ഒരു ഇമ്മേഴ്സീവ് സ്റ്റേറ്റ് ഓണായി, അതിൽ ഞാൻ വളരെ സന്തുഷ്ടനായിട്ടാണ് എന്താണ് ഇന്നലെ കിടന്നുറങ്ങണത്. അപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത എന്താ, ഇന്നലത്തെ റൂമിനായിട്ട് വാ സൂപ്പർ ഉഷാറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. ആ സ്റ്റേറ്റിൽ ഉറങ്ങുമ്പോൾ ഇന്ന് രാവിലെ എനിക്കിവിടെ ക്ലാസ് എടുക്കാനുണ്ട് എന്നൊരൊറ്റ എന്നെ സന്തോഷിപ്പിക്കുന്ന, എന്നെ ഇമ്മേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യം ഞാൻ ചെയ്തത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങൾക്കിടയിൽ നമുക്ക് ഇമ്മേഴ്സീവ് ആകുന്ന എന്തെങ്കിലും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എപ്പോഴും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ ചെയ്തിട്ട് നമ്മൾ വിജയിക്കില്ല. ചിലർ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാവൂ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇവിടെ മഷറാക്കും അല്ല, ഇത് ഇവിടെ ഖബർസ്ഥാനൊക്കെ അല്ല, എനിക്ക് ഉറങ്ങാനല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ മതി, ഉറങ്ങുക. ഈ പരിപാടിക്കായിട്ട് പോകില്ലേ, വേറെ എന്തപ്പം നടക്കാം. അപ്പം അതല്ല, അതിൻ്റെ ഇടയിൽ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ജീവിതം കളർഫുൾ ആക്കാൻ പറ്റും. അപ്പം അതുപോലെ ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യൂല, അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇമ്മേഴ്സീവ് ആകുമ്പോൾ പയറ് മുളിപ്പിച്ചതിന് ഇത്രയും ടേസ്റ്റോ മനസ്സിലായോ. എനിക്ക് നമ്പേഴ്സ് ആൻഡ് ഫിഗേഴ്സ് പണ്ടേ തലയിൽ നിൽക്കില്ലായിരുന്നായിരുന്നു. അപ്പം ഞാൻ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചർ അങ്ങനെ ഒരു 1.5 മനുഷ്യനാണ്. കാരണം നല്ലോണം തല്ലും, ഭയങ്കര സീനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലത്തെ എൻ്റെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് തന്നെ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് വല്ലാത്തൊരു സാറാണ്, പാവാണ്, പക്ഷേ ക്ലാസ് കയറിയാൽ പോല. അപ്പോൾ ഈ 3 വർഷവും 8th 9th 10th അപ്പോൾ ക്ലാസ് ടീച്ചറെ പീരീഡ് ആയിരിക്കില്ല എല്ലാ ദിവസവും ഫസ്റ്റ്. അപ്പോൾ എൻ്റെ ഹൈസ്കൂളിലെ പ്രധാനപ്പെട്ട എനിക്കുള്ള ഇന്നർ ചൈൽഡ് വൂണ്ട് എന്ന് പറഞ്ഞാൽ, വൂണ്ടല്ല തമാശക്ക് പറയാണ്, ചിലപ്പോൾ ഉണ്ടാവായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പറയണത്, എന്തെങ്കിലും ഹീലായിപ്പോട്ടെ, ഇമ്മേഴ്സീവ് സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ ഈ 3 വർഷത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാറ് ഇംഗ്ലീഷ് സാറാണ്. സാറ് കയറി വന്നാൽ കമാന്നൊരു അക്ഷരം ഉണ്ടല്ല, പേടിയാണ്. കാരണം അത്രയും ഞെട്ടിക്കലൊക്കെയാണ്. ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. പഠിക്കാൻ താല്പര്യമുണ്ട്, പഠിപ്പിച്ചിട്ടാണ്, പക്ഷെ നല്ല പേടിയാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് 3 വർഷം എൻ്റെ ഓർമ്മയിൽ നോക്കിയാൽ ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിന് സമാനമായ അവസ്ഥ. ഇതങ്ങ് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇന്നൊന്നും കിട്ടിയില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. വർഷങ്ങളെടുത്ത് ചിലർ ഇങ്ങനെ പോയ പീരീഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 10th എത്തിയപ്പോൾ ഈ മോഡൽ എക്സാം വരെ കഴിഞ്ഞപ്പോഴും എനിക്ക് മാത്സിനാണ് മാർക്ക് കുറഞ്ഞത്. ബാക്കിയൊക്കെ A+ അടുത്തുണ്ട്, A ഒക്കെ ഉണ്ട്, വേറെ ഒന്നും താഴെ പോയിട്ടില്ല. അപ്പോൾ എന്നെ ഒരു വിളിച്ചു സാറ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മാത്സിനെങ്ങാനും A+ കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ മുട്ടുംകാലി ഞാൻ തൊല്ലിയടിക്കുന്ന പറഞ്ഞു. പറയുന്നതോ എൻ്റെ പെറ്റമ്മൻ്റെ മുന്നിൽ ഉമ്മത് കേട്ടിട്ടോ ചിരിക്കണം വരെ. അതായത് മുത്തിന് വേണോ എനിക്ക് സാറ് പറഞ്ഞേ കേട്ടില്ലെന്നല്ലേ. അപ്പോൾ ഒരു ഭാഗത്ത് ശരിക്കും ഒരു ഇന്നർ ചൈൽഡ് സെൻസിലെടുത്താൽ എന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കുമെന്ന് ഒരാൾ പറയുമ്പം പെറ്റമ്മപ്പത്ത് നോക്കിയിട്ട് ചിരിക്കായിരുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നാമായിരുന്നു. പക്ഷെ ആ ടോണൽ ഡിഫറൻസ് എന്താണെന്ന് അറിയാം നമുക്ക്. ആ ഒരു ഭീഷണിപ്പെടുത്താൻ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു കരുതലുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാത്സ് എന്ന് പറഞ്ഞാൽ അന്ന് ആലോചിക്കുമ്പോൾ ഇത് തലേ കയറാത്തൊരു സാധനം. അപ്പോൾ എനിക്ക് ആകെ പേടി ഇതിൽ പോകുന്നുള്ളതാണ്. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് മൈൻഡ് പവർ ഒന്നും അറിയില്ലെങ്കിലും ഞാനിങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വീട്ടിൽ നിന്ന് ഇങ്ങനെ എൻ്റെ സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് നടക്കുക ചെയ്യുക. അപ്പോൾ നടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ വെറുതെ പ്രാന്ത് എന്ന രീതിയിൽ മൈൻഡിന് ഇങ്ങനെ സജഷൻ കൊടുക്കൽ എനിക്ക് ഇപ്പോൾ പഠിച്ചാണ്. ഞാൻ പറയും, ഞാനിപ്പോൾ ഇവിടെ നിൽക്കാണ്, വാച്ചിലേക്ക് നോക്കും, 10 സെക്കൻഡിനുള്ളിൽ ആ പോസ്റ്റിൻ്റെ അവിടെ ഞാൻ എനിക്ക് A+ കിട്ടും. ഇതൊക്കെ കണ്ടില്ലേ, എല്ലാവർക്കും ഉണ്ടല്ലേ. ഇതിങ്ങനെ എല്ലാവർക്കും ഉണ്ട്, ഞാൻ എനിക്ക് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. വെരി ഗുഡ്. അപ്പോൾ ഇതേപോലെ ഞാനിങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ഈ സാധനം കൊടുക്കും. ഇപ്പോഴും ചെല്ലു. വെരി ഗുഡ്.
എനിക്കതൊന്നും സാൽവേഷൻ കിട്ടി. നിങ്ങൾ സമയം എടുത്തെത്തിക്കോളൂ, കുഴപ്പമില്ല. അപ്പം ഞാനിത് ഇങ്ങനെ ചെയ്യായിരുന്നു. അതുകൊണ്ടിട്ടാ തോന്നുന്നുണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന് അവസാനം എന്തായി ഫുൾ A+ കിട്ടിയെന്നുള്ള. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാത്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വഴിക്ക് പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഫുൾ A+ കിട്ടിയതുകൊണ്ട് സയൻസ് എടുക്കണമല്ലോ ചടങ്ങ്, അങ്ങനെ എടുത്തു നോക്കിയപ്പോൾ എനിക്കൊരു സംശയം. കാരണം ഫിസിക്സ് ക്ലാസ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഇത് ഫിസിക്സ് ആണോ മാത്സ് ആണോ മനസ്സിലാവില്ല, കംപ്ലീറ്റ് കണക്ക്. പേര് ഫിസിക്സ് ഒന്നും ഫുള്ള് ഇക്വേഷൻസ്, അതിൻ്റെ കാൽക്കുലേഷൻ, ഫിസിക്സിലും ഇൻ്റഗ്രേഷന്, ഡിഫറൻസിയേഷൻ. അതുപോലെ തന്നെ ബയോളജി എടുത്ത് നോക്കിയപ്പോൾ അതിലും ഉണ്ട് ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒരുപാട് സാധനം. കെമിസ്ട്രി നോക്കിയപ്പോൾ നോർമാലിറ്റി, എന്തൊക്കെയോ സാധനങ്ങൾ എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ ഇതും കണക്ക്, മൊളാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് 6.02 × 10⁻23 എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഫുള്ള് മാത്സ് കളി. അപ്പോൾ ഞാൻ വിചാരിച്ചു പിടിച്ചതിനേക്കാളും വലുത് മാളത്തിലാണല്ലോ, സയൻസ് എടുക്കാനോ വന്നത്, ഫുള്ള് മാത്സ്. ഇതോടുകൂടി കഴിക്കുമ്പോൾ പിന്നെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് എടുത്ത്. എഞ്ചിനീയറിംഗിന് പോയാൽ പിന്നെ പറയണ്ടല്ലോ, കണക്കോണ്ടൊരു കളിയാണ്. ഇതൊക്കെ എനിക്ക് മനസ്സിലായൊരു വിഷയം, എനിക്ക് മാത്സ് നടക്കില്ല എന്നാണ്. ഫോർ മീ എനിക്ക് മാത്സ്, അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാത്സ് മാറിയിട്ടുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്തിട്ട് കെമിസ്ട്രി പഠിക്കാൻ ഫറൂഖ് കോളേജിൽ പോയപ്പോൾ ഒരു കാര്യവും ഇല്ലാണ്ട് എൻ്റെ മാത്സിൻ്റെ ടീച്ചറിന് വെറുതെ എന്നോട് ദേഷ്യം. ഞാനൊരു ടീച്ചറിനും ജീവിതത്തിൽ ചൊറിയാത്ത, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു സൈഡിലൂടെ പോയിക്കോളും. സമരത്തിന് വരെ ടീംസ് വന്നിട്ട് ഇറങ്ങി പോകാൻ ഞാൻ മാത്രം അവിടെ ഇങ്ങനെ ഇരിക്കും. എല്ലാവരും ഇവനെ എന്തടെ വെക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് നമ്മളെ പൊന്നോമ്മനെ മോരാ എന്നുള്ള കോലത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത്രയും ഡീസൻ്റ് ആയിരുന്നു. എന്നോട് മാത്സിൻ്റെ ടീച്ചർ വന്നിട്ട് വെറുതെ ദേഷ്യം. യു സ്റ്റാൻഡ് അപ്പ് ടെൽ എന്ന് പറയുമ്പോൾ എന്താ എന്നെ തന്നെ പോക്കണം, കാരണം എൻ്റെ ഉള്ളിൽ എന്താണ് ഫുള്ള് മാത്സ് ദുരന്ത. അപ്പോൾ കറക്റ്റ് ടീച്ചറിന് പിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ കണക്ഷനാണ് കറക്റ്റ്. അപ്പോൾ അതും ഇതായിട്ട് ലാസ്റ്റ് ഞാൻ ഫറൂഖ് കോളേജ് കെമിസ്ട്രി നിർത്തി വരാൻ നേരത്ത് സ്റ്റാഫ് റൂമിൽ പോയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സൈൻ വാങ്ങിക്കണം TC അങ്ങി പോകുമ്പോൾ. അപ്പോൾ എന്നോട് ഈ മാത്സിൻ്റെ ടീച്ചറാണ് പറയുന്നത്, മോനെ നീ എന്തിനാടാ നിർത്തി പോണേ. ഞാൻ പറഞ്ഞു എനിക്ക് മാത്സ് തീരെ നടക്കൂല മിസ്സാറ്. പിന്നെ നീ പേടിക്കേണ്ട, ഒരാഴ്ച മതി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നിന്നെ ഞാൻ പാസ്സാക്കി തരാം. അപ്പോൾ ഞാൻ ആ മിസ്സും ഈ മിസ്സും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. കാരണം ക്ലാസ് റൂമിൽ ഇങ്ങനെയല്ല, പോകാൻ നേരത്തെ എന്തൊരു സ്നേഹം, ഇതൊക്കെ പണ്ടേ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരിക്കായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഞാൻ പറയുന്നത് എനിക്ക് നടക്കൂല എന്ന് പറഞ്ഞു. സോ ഇൻ മൈ ലൈഫ് ഐ ഫെൽ ലൈക്ക് ഈ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് പറഞ്ഞതല്ല എന്നതായിരുന്നു. അവിടുന്നാണ് നേരെ എന്താണത്, ഞാൻ ട്രെയിനിങ്ങിൽ വന്ന് ഇമ്മേഴ്സ് ചെയ്ത് ഇങ്ങനെ ട്രെയിനിങ് എന്നുള്ളത് ഞാൻ അത്ര പാഷനേറ്റ് ആയിട്ട് ചെയ്തപ്പം ഈ ട്രെയിനിങ്ങിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ മാത്തമാറ്റിക്സും കാൽക്കുലേഷനും ന്യൂമറിക്സും ഒക്കെ അത്യാവശ്യം വേണം. ക്ലിയർ? കാരണം ഇതിനൊരു പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനൊരു ഓർഗനൈസേഷൻ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അതാക്കി വരുമ്പോഴേക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്, വെറുതെ ഒന്നും നടക്കില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ മുഴുകിയപ്പം ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഓൺട്രപ്രണർഷിപ്പ്, ബിസിനസ്, ഈ സാധനങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തു, പഠിച്ചു. വലിയ ഇഷ്ടമുള്ള പരിപാടി ഒന്നുമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് സംസാരിക്കല്ലേ, ഓക്കെ സംസാരിക്കാൻ, ഇത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം. പക്ഷേ ഇഷ്ടമുള്ള കാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഒരുപാട് മീറ്റിങ്സ്, അറേഞ്ച്മെൻറ്റ്സ്, അതിൻ്റെ ഡിസ്കഷൻസ്, പ്ലാൻസ്, അതിന് ഡേറ്റ് കൊടുക്കൽ, ടൈം കൊടുക്കൽ, അത് ഇവിടെ എന്താക്കണം കേട്, അവിടെ എന്താക്കണം കേട്, ഇതെന്താക്കണം കേട്, ഇവിടെ എങ്ങനെ ഇതൊക്കെ പറയണം. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? എനിക്കിഷ്ടമുള്ള ഒരൊറ്റ കാര്യം എന്താ, നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സം വിസ്ഡംസ് തുടങ്ങാം അല്ലേ എന്ന് പറയും. ഇതാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം. പക്ഷേ ഇത് നമ്മൾ ഇമ്മേഴ്സീവ് ആയിട്ടിരിക്കും തോറും ആ ഇമ്മേഴ്സീവ് സ്റ്റേറ്റാണ് എന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെടുത്തി കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജനറലൈസേഷൻ നടക്കുന്നതാണ്. ഞാനതാ പറഞ്ഞത്, നമുക്ക് ഇമ്മേഴ്സീവ് ആക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകണം. പല ആളുകൾക്ക് ജോബ് സ്ട്രെസ്സ്, സ്റ്റഡി സ്ട്രെസ്സ്, ഫാമിലി മാനേജ്മെൻറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ഇഷ്ടമില്ലാത്തതാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അതിനർത്ഥം ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കാന്നുള്ളതല്ല. നിങ്ങൾക്ക് ആ ഇഷ്ടമില്ലാത്ത കാര്യത്തെ തന്നെ ആസ്വദിക്കാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യണം, അതിൻ്റെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇമ്മേഴ്സ് ചെയ്യണം. അതാണ് നമ്മളെ സെൽഫ് ലവ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൽഫ് ലവ് എന്നതിന് പല അർത്ഥതലങ്ങളുണ്ട്. ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന അർത്ഥതലം എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം പരിപൂർണമായിട്ട് മുഴുകൽ സംഭവിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സെൽഫ് ലവ്. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ കിട്ടുമെന്നുള്ള. ഇപ്പം ഞാൻ പൂർണ്ണമായിട്ട് എന്നോടൊപ്പം ഇരിക്കുന്ന സമയമാണ് ഈ സെഷൻസ് പീരീഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ എൻ്റെ ഡീപ്പസ്റ്റ് ആൻഡ് ഹയസ്റ്റ് സെൽഫ് ലെവലാണ് കിടക്കുന്നത്. ആ സെൽഫ് ലെവലിൽ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ വിവരക്കേടുകൾ, പണ്ടത്തെ വിവരക്കേടുകൾ വരെ പറയുന്നത്. അല്ലാണ്ട് അല്ല 10ാം ക്ലാസ്സിൽ ആ കാര്യം ഞാൻ പറയില്ല കേട്ടോ, അത് മോശമല്ലേ ഞാൻ പറഞ്ഞാൽ എന്ന് ഞാൻ പിടിച്ചു വെക്കുന്നില്ല. ഞാൻ എല്ലാ സംഭവങ്ങളും ഇത്ര ഈസി ആയിട്ട് ഓപ്പണായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എൻ്റെ ഡീപ്പസ്റ്റ് സെൽഫ് ലവ്. ആ ഡീപ്പസ്റ്റ് സെൽഫ് ലവിൽ ഞാനിങ്ങനെ എത്തണേ. പല ആൾക്കാരും സെൽഫ് ലവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമ്മേഴ്സീവ് ആകാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം. ജേണൽ ചെയ്താൽ നിങ്ങൾക്ക് സെൽഫ് ലവ് കിട്ടും. ഇമ്മേഴ്സീവായിട്ട് ചെയ്യണ്ടേ?
അപ്പോൾ ജേർണൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജേർണൽ ചെയ്യാൻ ജേർണലിങ്ങിന് മുന്നേ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ചില ആൾക്കാർക്ക് തല്ല് കൂടുമ്പോൾ ഭയങ്കര ഇമ്മേഴ്സീവ്നെസ് കിട്ടും. ആണല്ലേ? ആരായിട്ടാ കൂടുതൽ? അന്യന്മാരായിട്ട്. ഞാൻ കെട്ടിയോനിക്കാണെന്ന് പാവം. നൈസ്. അപ്പോൾ ഈ രൂപേണ ചിലർക്ക് വെറുതെ ഒരു ഫൈറ്റ് ഇങ്ങനെ ചെയ്ത് വൈബാക്കി ഇങ്ങനെ വരുമ്പോൾ ഒരു സംഭവം കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇനി എന്താ നോക്കട്ടെ തുടങ്ങാം എന്ന് പറയും. അപ്പോൾ നമ്മൾ ചില കാര്യത്തിൽ ഇങ്ങോട്ട് ഇവനെ ഇത് നോക്കി പഠിച്ചുകൂടെന്ന് പറയുമ്പോൾ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു കാര്യമുണ്ട്. എന്നാൽ കുറച്ച് സമയം അവരെ ഇമ്മേഴ്സീവ് ആകാൻ വിട്ടു കൊടുക്കണം പാരൻസ്. എന്നാൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ 8th കുട്ടി എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്, എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കട്ട്. ഇനി ഇതൊന്നും പാടില്ല, ഇനി നമുക്ക് പഠനം ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ കൊന്നു നിങ്ങൾ. കാരണം അവൻ്റെ ഒരു ഇമ്മേഴ്സീവ്നെസ് ഉണ്ട്, അത് വരണം. ഇതാണ് ഈ കണക്ഷൻ. അതെപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിൽ നമ്മൾ ഇമ്മേഴ്സീവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി സെൽഫ് ലവിൻ്റെ പീക്ക് പോയിന്റിലാണ്. ഇനിയിപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയണോ, ഐ ലവ് യു മൈസെൽഫ്, ഐ ലവ് മൈസെൽഫ്, യു ആർ അടിപൊളി, എനിക്കെന്നെ ഭയങ്കര ഇഷ്ടം എന്ന് പറയണോ? നോ, ബിക്കോസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനർത്ഥം എനിക്ക് എന്നെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടത്തിൽ ഇരുന്നിട്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സോ കണ്ടിന്യൂ ദാറ്റ്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പറയാണ് ഒരു 100 സ്റ്റെപ്പ് ഒരു കാര്യത്തിൽ എടുക്കാനുണ്ട്. ആ 100 സ്റ്റെപ്പ് നിങ്ങൾക്ക് ആ കാര്യമേ ഇഷ്ടമല്ല. അപ്പോൾ അതിൽ ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും. എന്നാൽ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇമ്മേഴ്സ് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്ത് വീണ്ടും അടുത്ത സ്റ്റെപ്പ് വെച്ച് നിങ്ങൾക്ക് ഇമ്മേഴ്സ് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്ത് വീണ്ടും അടുത്ത സ്റ്റെപ്പ് വെച്ച് പോയിട്ട് നോക്കിയാൽ വാട്ട് ഹാപ്പൻസ്? യു വിൽ ഫിനിഷ് ദാറ്റ് ഏർലി. നേരത്തെ നിങ്ങൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കും. അധികം വൈകാതെ ആ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൻ്റെ ഇടയിലൊക്കെ നിങ്ങളിത് ഇമ്മേഴ്സ് ചെയ്യുന്നത് കൊണ്ട് ബ്രെയിൻ ഇതിനെ സ്റ്റാക്ക് ചെയ്തിട്ട് അത് ജനറലൈസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇമ്മേഴ്സ് ചെയ്യാതെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്പുകളിൽ ആ ഇമ്മേഴ്സീവ്നെസ് വരും. നാച്ചുറലി അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ എന്ത് ചെയ്യേണ്ടത്, ഹാക്ക് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടതെന്നുള്ള. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം, വെറുതെ കോഗ്നിറ്റീവ് ലെവലിൽ നിങ്ങൾ മെറ്റാ കോഗ്നിഷൻ ലെവലിൽ എടുത്ത് വെറുതെ പ്രോസസ് ചെയ്യേണ്ട ഒരു കാര്യം, ഉള്ളിൽ മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്? അത് ആലോചിക്കുമ്പോഴാണ് കുറേ ആൾക്കാർ ഇമ്മേഴ്സ് ചെയ്ത് പോകണ്. ഇതുണ്ട്, അതുണ്ട്, അതുണ്ട് എന്നൊരു സംഭവം. ഫൈൻ. നിങ്ങൾ അതിനെ അസസ് ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിനെ അസസ് ചെയ്യുന്ന സമയത്ത് ആ അസസ്മെൻറ്റ് ഇങ്ങനെ നടത്തുമ്പോൾ നിങ്ങളുടെ ഭാവം, അയ്യോ ശോകം, അതും ഉണ്ടല്ലേ ചെയ്യാൻ ഗൈഡ് എന്തിനാപ്പോൾ ചോദിച്ചാൽ ആലോചിച്ചപ്പോൾ തന്നെ മൂഡ് പോയി, ചച്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ അസസ് ചെയ്യുന്നത് പോലെ ഏത് സ്റ്റേറ്റിലല്ല, ഇമ്മേഴ്സീവ് സ്റ്റേറ്റിലല്ല. നല്ല സ്റ്റേറ്റിൽ ഇരുന്നിട്ട് അസസ് ചെയ്യുമ്പോഴും അനലൈസ് ചെയ്യുമ്പോഴേ നമുക്കതിനെ തിരുത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ ഇന്നൊരു ഹോംവർക്ക് ചെയ്യാനുണ്ട്, ആ ഹോംവർക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞതും ഇപ്പം നിങ്ങൾ ഇമ്മേഴ്സീവ് ആണെങ്കിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് എന്തൊക്കെ കാര്യങ്ങളൊന്നും അസസ് ചെയ്യുക. ഈ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഹോംവർക്ക് ചെയ്യാണ്ടില്ലേ, അതെനിക്ക് ഇഷ്ടമല്ലേ, ശരിയാ. പക്ഷെ നിങ്ങളെ സ്റ്റേറ്റ് അപ്പ് എന്താണ്, ഇമ്മേഴ്സീവ് ആണ്. ആ ഇമ്മേഴ്സീവ് സ്റ്റേറ്റിൽ നിന്നിട്ട് നിങ്ങൾ അതിനെ അസസ് ചെയ്യുമ്പം ആ വിഷയങ്ങളിലൊക്കെ ഈ സ്റ്റേറ്റിൻ്റെ ഇഫക്റ്റ് പോകും. ക്ലിയർ? മനസ്സിലായോ? മറ്റോടത്ത് പോയിട്ട് ആ പേപ്പർ വർക്ക് ആലോചിക്കാനേ വയ്യ എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോഴൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് എന്താ, ഇതെനിക്ക് ഓക്കെ അല്ലാത്തതാണ്, ഇതെനിക്ക് ഓക്കെ അല്ലാത്തതാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന സമയത്ത്, നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ പേപ്പർ വർക്ക് ഉണ്ട്, അത് കുറച്ച് ചൊറയുള്ളതാണല്ലേ, ശരിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സ്റ്റേറ്റ് മാറിയോ? ഇല്ല, സ്റ്റേറ്റ് ഇമ്മേഴ്സീവ് തന്നെയാണ്. ഇങ്ങനത്തെ സ്റ്റേറ്റിൽ മാത്രമേ നിങ്ങൾ അനലൈസ് ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ഓവർ ക്രിട്ടിക്കലായിരിക്കും, ഹൈലി ക്രിട്ടിക്കലായിരിക്കും. അത് നിങ്ങൾക്ക് നെഗറ്റീവ് ഇഫക്റ്റ് കൊണ്ടുതരുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെറുതെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ബേസിസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് മുഴുകി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? അതിൽ തന്നെ ഡെയിലി ബേസിസിൽ നിങ്ങൾ മുഴുകി ചെയ്യുന്ന എന്ത് കാര്യമുണ്ട്? ഉറക്കമൊന്നും പറയരുത് പ്ലീസ്. ഉറക്കം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ദാറ്റ്സ് ഓൾസോ ഫൈൻ. നിങ്ങൾക്ക് ഉറക്കം വന്നത് ഭയങ്കര ഇമ്മേഴ്സീവായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നിങ്ങളത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, അത് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ, ഡീപ്പ് ആൻഡ് ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾ വളരെ ഇമ്മേഴ്സീവായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ അത് ഓക്കെയാണ്, അതും ഓക്കെയാണ്. പക്ഷെ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അത്ര ഇമ്മേഴ്സീവായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, ചിലരെ കാണുമ്പോൾ നമ്മൾ പറയില്ല, കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പൂതിയാവണം, എങ്ങനെയാ ഇങ്ങനെ ഉറങ്ങാൻ വരുന്നത്. ചില ആൾക്കാരുണ്ട്, കക്ഷികളുണ്ട്, ഇവർക്ക് എവിടെ കൊണ്ടിട്ടാലും ഉറങ്ങിക്കോളും. ആരൊക്കെ നോക്കുന്നുണ്ടല്ലോ, എവിടെ കൊണ്ടിട്ടാലും ഉറങ്ങിക്കാളൂ. ഒരു കക്ഷിയുണ്ട്, എനിക്കറിയാവുന്ന ഒരു കക്ഷി, ഞാൻ പേരൊന്നും പറയില്ല, ചിലപ്പം തുപ്പിയൊക്കെ കാണിക്കേണ്ടി വരും, അങ്ങനത്തെ ടീംസാണ്. അപ്പോൾ
ഈ കക്ഷി എങ്ങനെ വെച്ചാൽ ചില സമയത്ത് നമ്മൾ പേടിച്ചോ നടന്നോ കൊണ്ടായിരിക്കും ചില ടേബിളിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെയൊക്കെ ചൊല്ലും ഇങ്ങനെ ഉറങ്ങുന്നത്. ഇതെന്തത് ഉറങ്ങാൻ സുഖമായിട്ട് ഉറങ്ങുക, കാണുമ്പോൾ ഇങ്ങനെ പൂതിയാവും, ഇങ്ങനെയൊക്കെ ഉറങ്ങാൻ പറ്റേ. ശരിക്കും ഈ ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആൾക്കാരെ ഇങ്ങനെ ഇരുത്താം, അവർക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. ഓർക്കൊക്കെ ഈ ഉറക്കം കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇമ്മേഴ്സീവ് ആയിട്ട് ഉറങ്ങായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇൻ സച്ച് എ വേ ഉറക്കമാണെങ്കിൽ ഉറക്കം വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഇമ്മേഴ്സീവായിട്ട് ഡെയിലി ബേസിസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇനി ചെറിയ ബ്രേക്ക് എടുത്ത് ചെയ്യുന്ന ഡെയിലി ബേസിസിലല്ലാത്ത എന്നാൽ ഡെയിലി ബേസിസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? അതിനൊരു ലിസ്റ്റ് നമുക്ക് വേണം. എന്തൊക്കെയാണ് നമ്മുടെ ഇമ്മേഴ്സീവ് സ്റ്റേറ്റ്? ഇപ്പോൾ എനിക്കറിയാം എന്ത് ഇഷ്യൂസ് എനിക്കുണ്ടെങ്കിൽ, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, എന്ത് ഇമോഷണൽ ചലഞ്ചസ്, എന്ത് സാധനമാണെങ്കിലും എനിക്കൊരു സെഷനിൽ അങ്ങ് കയറി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫിനിഷ്. ഇനി എത്ര ക്ഷീണമാണെങ്കിലും, എത്ര ഉറക്കത്തിൻ്റെ ക്ഷീണം, യാത്രയുടെ ക്ഷീണം, എന്ത് സാധനമാണെങ്കിലും എനിക്കൊരു സെഷൻ എടുത്ത് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ സെറ്റിൽഡ്, കംപ്ലീറ്റ്ലി സെറ്റിൽഡ്. അപ്പോൾ എനിക്കറിയാം ഇതിനുള്ള ഒന്നാമത്തെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുക, ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുക, ഒരു ടോക്ക്, ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള അതെൻ്റെ ഒരു ഇമ്മേഴ്സീവ് സംഭവമാണ്. മറ്റൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണെങ്കിലും വെറുതെ ഒന്ന് ഒറ്റയ്ക്കെടുത്ത് ഇങ്ങനെ കുറച്ച് മൂളിയാൽ ഐ ഗോ ഡീപ്പർ. ഒന്ന് മൂളി എന്തെങ്കിലുമൊക്കെ ഒന്ന് 2 വരികളൊക്കെ ഇങ്ങനെ പാടി ഇങ്ങനെ എൻ്റെതായ ശൈലിയിൽ ഇങ്ങനെ പാടിയിരുന്നാൽ ഐ ഗോ ഡീപ്പർ. എനിക്കത് ഇമ്മേഴ്സീവ് സംഭവം കൊണ്ടുതരും. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റിൽ പോയിട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാലും ഐ ഫീൽ മോർ റിഫ്രഷ്ഡ് എന്നതാണ്. ഇനി എനിക്ക് എന്നെ സെൽഫ് ഹീൽ ചെയ്യണമെങ്കിൽ, എനിക്ക് തന്നെ വേണമെങ്കിൽ എന്തൊക്കെയോ സാധനമുണ്ട് ഇമോഷണലി ഒന്ന് കരഞ്ഞ് തീർക്കണം എന്നുണ്ടെങ്കിൽ 2 രീതിയിൽ നമുക്ക് കരഞ്ഞ് തീർക്കാം. ഒന്ന് വെറുതെ ഇരുന്നിട്ട് ഓരെ പറ്റി ആലോചിക്കാം, മുറിവുണ്ടാക്കലോ, ഒരു ഇന്നലെ ആൾക്കാരെ മുന്നേ വെച്ച് എന്നോട് പറ്റി അങ്ങനെ പറഞ്ഞില്ല എന്നിട്ട് ഓരോ ആലോചിച്ച് ഇങ്ങനെ സാധനം ഗ്രഡ്സ് ഇങ്ങനെ കയറ്റി അവരെ കൊണ്ട് അവരാലോചിച്ച് ഇങ്ങനെ കുത്തി നമുക്ക് അറിയിപ്പിക്കാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ഇമ്മേഴ്സീവ് ആകുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോവാണ്. പ്രയർ, വിക്കർ, അവിടെ നമ്മൾ ആ വ്യക്തിനെല്ലാം ആലോചിക്കേണ്ടത്. ആ വ്യക്തിനെയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ പെയിനിനെ നമ്മൾ ഡിവൈൻ അലൈൻഡ് സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ വെച്ചിട്ട് ചില ഭക്തിഗാനങ്ങളൊക്കെ കേട്ടില്ലെങ്കിൽ, ചില ഡിവോഷണൽ സോങ്സ് അതിലേക്ക് അങ്ങ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ആ ഡിവോഷണൽ സ്റ്റേറ്റ് എന്നുള്ള ഇമ്മേഴ്സീവ് സ്റ്റേറ്റാണ്. അതിലേക്ക് അങ്ങ് പോകുമ്പോൾ അറിയാണ്ട് എന്താന്ന് പോലെ അറിയാണ്ട് കുറേ സാധനം ഇങ്ങനെ ഒഴുകി പോകും. ഇപ്പോൾ ചില സമയത്ത് ഞാൻ കാണാറുണ്ട് ചില സ്റ്റേറ്റ് ഓഫ് ഡിവോഷനിലൂടെ ഞാനിങ്ങനെ ചില സെഷൻസിലൊക്കെ കൊണ്ടുപോകുമ്പം എന്തിനാന്ന് അറിയാണ്ട് ആൾക്കാർ കരയുന്നു. ഇപ്പോൾ പറയും ഞാനിപ്പോൾ കരഞ്ഞത് എന്തിനാ എനിക്കറിയില്ല. ആക്ച്വലി അവർ കരയാൻ സാധ്യതയുള്ള വേറെ ഏതൊക്കെ കാര്യം ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി അവർ അവെയർ പോലെയല്ല. പക്ഷേ ഇമ്മേഴ്സീവ് സ്റ്റേറ്റിൽ പോയപ്പോൾ അതിനെവിടെ എന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. അവിടെ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് അലൈൻഡ് ഹീലിംഗ് നടന്നു, സിംപ്ലി നടന്നു. അപ്പോൾ അവിടെ ഒരു വേറെ വ്യക്തി ആ സംഭവം ഒന്നും മൈൻഡിൽ വരാത്ത നമുക്കതിനെ കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ സ്റ്റേറ്റുകൾ കാണാൻ പറ്റും. നമുക്ക് മുഴുകാൻ പറ്റുന്ന, നമുക്ക് മുഴുകൽ സംഭവിക്കുന്ന. പലപ്പോഴും മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറഞ്ഞാൽ തിരക്കേറിയ ലൈഫിലേക്ക് പോകുമ്പോൾ ഇത്തരം മുഴുകലുകളൊക്കെ ഇല്ലാണ്ടായി മാറുന്നു. എവിടെയാണ് സ്പിരിച്വാലിറ്റിയുടെ ശരിയായിട്ടുള്ള ഇടപെടൽ വരുന്നത്? സ്പിരിച്വാലിറ്റിയുടെ ശരിയായിട്ടുള്ള ഇടപെടൽ എന്ന് പറഞ്ഞത് തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ എടുക്കേണ്ട ഒരു ബ്രേക്ക് ഉണ്ട് അല്ലേ? ആ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മുഴുകാൻ വേണ്ടി എടുക്കുന്ന ബ്രേക്കാണ്. ഒന്ന് മുഴുകി, അതാണ് നിങ്ങളൊന്ന് വുളു എടുത്ത് ഒന്ന് റിഫ്രഷ് അടിച്ച് ഒന്ന് മുഴുകി അലൈൻ ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്ക് അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഓരോ ഇൻ്റർവെല്ലിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി സോ നൈസ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പോലും എളുപ്പമാക്കാൻ പോലുമുള്ള ഇൻറ്റഗ്രേഷൻ അവിടെ സംഭവിക്കുന്നു എന്നില്ല. എന്നാൽ ഈ 5 നേരത്തെ ബ്രേക്കിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊസീജിയർ അതിനെ ഇമ്മേഴ്സീവ് അല്ലാണ്ടാണെങ്കിലോ ചെയ്യണത്, നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇഫക്റ്റാണ് കിട്ടിക്കൊണ്ടിരിക്കണത്. അപ്പോൾ അത് ഇമ്മേഴ്സീവ് ആക്കാൻ അതിനല്ലാണ്ട് നമുക്ക് വേറെ പല കാര്യത്തിലൂടെ പോകാം. ഇപ്പോൾ ചില ആൾക്കാർ നല്ല രസമാണ്, കോമഡിയാണ്. ഇവരോട് ചോദിക്കും എങ്ങോട്ടാണ് പോണേ, ഞാനൊരു ക്ലാസ്സിന് പോവാം. എന്ത് ക്ലാസ്? അതൊരു ഗൈഡ് ടോക്ക് എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. അവിടെ എന്താ, അവിടെ മെഡിറ്റേഷനൊക്കെ ഉണ്ട്. ആക്കെ ചെയ്താൽ എന്താ, ആക്കെ ചെയ്താൽ നമുക്ക് മനസ്സിന് നല്ല സമാധാനം കിട്ടും. ഈ നേരം കൊണ്ട് കുറച്ച് സ്വലാത്തല്ല പോരാ എനിക്ക്, ആ നേരം കൊണ്ട് എനിക്ക് നിസ്കരിച്ചാൽ പോരാ, നിസ്കരിച്ചാൽ കിട്ടാത്ത എന്ത് സമാധാനമുള്ളത്, ഖുർആൻ ഓതിയ കിട്ടാത്ത എന്ത് സമാധാനമുള്ളത് എന്ന് ചോദിക്കൂ. എന്നാൽ ഞാൻ പറഞ്ഞത് സംഭവം സമാധാനം കിട്ടുന്ന പരിപാടിയാണ്, പക്ഷേ നമുക്കത് ഇമ്മേഴ്സീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റുന്നവർക്ക് എന്ത് ചെയ്യും, അത് കിട്ടും. എന്നാൽ അത് പറയുന്നവരോട് നമ്മൾ ചോദിക്കാം എനിക്ക് അങ്ങനെയുള്ള സമാധാനം ഒന്ന് കാണിച്ചു തരുമോ, ഒന്ന് പഠിപ്പിച്ചു തരുമോ, അത് കിട്ടുന്നു എനിക്കറിയില്ല. അപ്പം നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുമ്പോൾ ഞാൻ ഇമ്മേഴ്സ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാനത് പഠിച്ചോളാം. അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒരു നല്ല കാര്യം പറഞ്ഞാൽ തർക്കുത്തരം ചോദിച്ചോ എന്ന രീതിയിലാണ് പോകാറുള്ളത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്, അത് ഇമ്മേഴ്സീവ് ആകുന്നില്ല. അപ്പോൾ പിന്നെ വൈ യു ഹാവ് ടു പ്രാക്ടീസ് മെഡിറ്റേഷൻ? നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ ഇമ്മേഴ്സീവ് സ്റ്റേറ്റിൽ കൊണ്ടുപോകുന്നത് അത് നിങ്ങൾ പിക്ക് ചെയ്യുക. അത് ഓരോരുത്തർക്കും ഡിഫറെൻറ്റാണ്. അത് പിക്ക് ചെയ്തിട്ട് അതിൽ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏതിലേക്കാണോ ആ സ്റ്റേറ്റ് വരേണ്ടത്, റെഫറൻസ് വേണ്ടി, ആ റെഫറൻസ് നിങ്ങൾ അതിലേക്ക് കൊടുക്കുക ചെയ്യണത്.
അപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് വേണം. നിങ്ങൾക്ക് ഏറ്റവും കോൺസെൻട്രേഷനോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതിൽ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ അസസ് ചെയ്യാൻ, നമ്മൾ ഏറ്റവും കൂടുതൽ പരിസരം പോലും മറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നാലോചിച്ച് നോക്കാം. അത്തരം കാര്യങ്ങളുടെ ലിസ്റ്റ് ഇടുക. ഡെയിലി ബേസിസിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? വളരെ ഡെയിലി ബേസിസിലാണ് ചില ഷോർട്ട് ഇൻ്റർവെൽ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഇത് നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെ ഡെയിലി ബേസിസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ആ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം സപ്ലൈ ചെയ്യാൻ പറ്റണം. അത് നിങ്ങളെ സ്റ്റേറ്റ് ഭയങ്കര എലവേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് റെഫറൻസ് കിട്ടുന്ന ഇമ്മേഴ്സീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യസ്തമായിട്ടുള്ള മേഖലകളുണ്ട്. ഈ മേഖലകളിലൊക്കെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ റെഫറൻസ് എടുക്കാം. അതിലെന്തുണ്ടായിരിക്കും? ഇമ്മേഴ്സീവ്നെസ് ഉണ്ടായിരിക്കും. അവരതിൽ അത്രയും കാലം ഇമ്മേഴ്സ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അവരതിൽ വിജയിച്ചത്. ചിലർ പറയും അവർ 10 വർഷം, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ മോഡലായിട്ട് പറയും സഞ്ജു സാംസൻ്റെ ലൈഫാണ് അല്ലേ? കാരണം 10 വർഷം ബെഞ്ചിലിരുന്നു, ഇപ്പോഴാണ് ഇന്ത്യക്ക് വേണ്ടി കാര്യമായിട്ട് ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റുക. പക്ഷെ ആ 10 വർഷം അവഗണനകൾ ഉണ്ടായിട്ടും സഞ്ജു സാംസൺ അത്രയും സമയം അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയ എന്തുകൊണ്ടാണ്? ആ പ്രോസസ്സ് എങ്ങനെയാണെങ്കിലും എന്താണ്? എൻ്റെ ജീവിതമാണ് എന്നറിയില്ല, അതെൻ്റെ ജീവനാണ് എന്നറിയില്ല. ആ ജീവനാക്കുന്ന തലത്തിലേക്ക് അത് മാറിയത് കൊണ്ട് അതിന് റിസൾട്ട് ഉണ്ടെങ്കിലും പരിഗണന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റെക്കഗ്നീഷൻ ഉണ്ടെങ്കിലും ഫെയിം ഉണ്ടെങ്കിലും മണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ സെക്കൻഡറി ആണ്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഹി വിൽ ഹോൾഡ് ഓൺ ടു ദാറ്റ് എന്നുള്ള. അപ്പേത്ത് നമ്മൾ വിജയിക്കുള്ളൂ. വിജയിച്ച ആൾക്കാർ വരും കൺസിസ്റ്റൻസിയാണ് നിങ്ങളെ വിജയിക്കുക. പക്ഷെ കൺസിസ്റ്റൻ്റ് ആകാൻ എന്ത് വേണം? ഇമ്മേഴ്സീവ് ആകുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾക്കൊരു മേഖലയിൽ മാസ്റ്റർ ആക്കണമെങ്കിൽ മിനിമം അതിൽ 10,000 മണിക്കൂർ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരാളറിയാം ഇതിലെനിക്ക് മാസ്റ്ററാണ്, ഞാൻ 10,000 ഹിറ്റ് ചെയ്യാൻ പോവാം. 1-ാമത്തെ മണിക്കൂർ ഭയങ്കര കഷ്ടമാണ്, 2-ാമത്തെ മണിക്കൂർ കഷ്ടം, എന്നാലും ഞാൻ എങ്ങനെയെങ്കിൽ കഷ്ടിച്ച് 10,000 തികയ്ക്കും. 10,000 തികച്ചിട്ട് ഒരു കാര്യം ഇല്ല. എങ്ങനെ 10,000 തികയ്ക്കണം? നിങ്ങൾ ഇമ്മേഴ്സീവായിട്ട് നിങ്ങൾ 10,000 തികയ്ക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് 10,000 മണിക്കൂർ ട്രെയിനിങ് എക്സ്പീരിയൻസ് വേണം എന്ന് പറയുമ്പോൾ ഞാനൊരിക്കലും എൻ്റെ ട്രെയിനിങ് ഹവേഴ്സ് എത്ര ആയെന്ന് ഇങ്ങനെ നോക്കിയിരിക്കില്ല. ഇന്ന് 110 നാളെ 111, ഇനി 112. അത് അറിയുന്ന പോലും ഇല്ല. കുറേ ഇമ്മേഴ്സ് ചെയ്ത് പിന്നെ ഇങ്ങനെ ഹവേഴ്സൊക്കെ ഇങ്ങനെ ഇത്രയും കഴിഞ്ഞോ എന്ന രീതിയിൽ നമ്മൾ വണ്ടർ അടിക്കും. ഇത് എപ്പം സംഭവിച്ചു? കാരണം നമ്മളത് അറിഞ്ഞിട്ടേ ഇല്ല. കാരണം നമ്മൾ ടൈമിലും സ്പേസിലും കോൺഷ്യസ് ആയിരിക്കില്ല, സ്ഥലകാലത്തിൽ ബോധവാനായിരിക്കില്ല ഒരു കാര്യം ഇമ്മേഴ്സ് ചെയ്ത് ചെയ്യുമ്പോൾ. ക്ലിയർ ആണോ? സമയവും കാലവും സമയവും സ്ഥാനവും നമ്മളെ ബാധിക്കുമ്പോഴാണ് നമ്മൾ കോൺഷ്യസ് ആവുന്നത്. സമയം ഇപ്പോൾ തീരും, കുറച്ച് സമയമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി കുറേ സമയമില്ലേ, എന്ന് തീരും ഈ നരക ജീവിതം, കഷ്ടജീവിതം. സമയം ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക, കൊന്നുകൊണ്ടിരിക്കുക. കാരണം സമയത്തിൽ ബോധവാനാണ്, ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ ഇങ്ങനെ. എന്നിട്ട് ഇപ്പുറത്ത് സമയത്തുനിന്ന് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് അതൊക്കെ പഠിച്ചോൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നടന്നോളും. അപ്പോൾ നമ്മൾ ഏത് ടൈമിലേക്ക് പോകും? ഭൂമിയിലെ ടൈം മാറ്റിയിട്ട് പഠിച്ചോൻ്റെ ടൈമിലേക്ക് പോകും. അപ്പോൾ പഠിച്ചോൻ്റെ ടൈം 24 മണിക്കൂറാണ്, ഒരു ദിവസം 48 മണിക്കൂറാണ്. പക്ഷെ എനിക്ക് ടൈമേ ഇല്ല. പഠിച്ചോനാ സമയം സെറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ സമയത്തിൻ്റെ അകത്താണ്. അപ്പോൾ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ സ്ഥലവും സമയവും ബാധിക്കുന്ന, ടൈമും സ്പേസും ബാധിക്കുന്ന അവൻ്റെ ബോധത്തിൽ നിന്നും എലവേറ്റ് ചെയ്യാണ്. ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ സോളിൻ്റെ സ്റ്റേറ്റാണ്. ഇപ്പോൾ ഫാത്തിക്ക് എത്ര വയസ്സായി? പബ്ലിക്കായിട്ട് പറയണ്ട. ഓക്കെ, എത്ര വയസ്സായി ചോദിച്ചപ്പോൾ ഫാത്തി പറയുകയാണെങ്കിൽ എനിക്കൊരു 15 വയസ്സായി എന്ന് പറയാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 15 വയസ്സായി എന്ന് പറയുമ്പം ഈ 15 വയസ്സെന്ന് പറഞ്ഞാൽ ഫാത്തിയുടെ ശരീരത്തിനും മനസ്സിനുമുള്ള പ്രായമാണ് അല്ലേ? ശരീരത്തിനും മനസ്സിനുള്ള പ്രായം എന്ന് പറഞ്ഞാൽ ഫാത്തി സമയം അറിഞ്ഞു തുടങ്ങിയിട്ട് 15 വർഷമായിരിക്കുന്നു. ഈ ശരീരം സ്ഥലം അറിഞ്ഞു തുടങ്ങിയിട്ട്, ഈ ഭൂമിയിൽ വന്നിട്ട് ഇത് ഭൂമിയാണ്, ഇത് മണ്ണാണ് എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ട് 15 വർഷമായിരിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, ഫാത്തിയുടെ ആത്മാവിന് എത്ര വയസ്സായി? 15 വയസ്സായിക്കോ? അല്ല. കാരണം അതിനെന്ത് ബാധിക്കുന്നില്ല? സമയം ബാധിക്കുന്നില്ല. അപ്പം ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളറിയും സോൾഫുൾനെസ്സിലാണ് ഒരാളെത്തുന്നത്. എന്താ സോൾഫുൾനെസ്? അവരുടെ ജീവൻ കൊടുത്തിട്ട്, അവരെ ജീവനായിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്തുന്നത് കൊണ്ട് തന്നെ സോൾഫുള്ളായിട്ട് ഒരു കാര്യം ചെയ്യുമ്പം അവിടെ ഈഗോ ഉണ്ടാവില്ല, അവിടെ മറ്റുള്ള കുരുട്ട് ചിന്തകൾ ഉണ്ടാവില്ല. നമ്മളെ ചില സാധനങ്ങൾ ഉണ്ടാവില്ല ഉള്ളിലുള്ള ഇന്നതാക്കാൻ, ഇംപ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഇങ്ങനെ എനിക്ക് റിസൾട്ട് കിട്ടാൻ, അതൊന്നും ഉണ്ടാവില്ല. സോൾഫുള്ളായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ
സോളിന് മീനിങ് ആയിട്ട് ചെയ്യലാണ്. ഇമ്മേഴ്സീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സോൾഫുൾനെസ്സിൽ നമ്മളൊരു കാര്യം ചെയ്യലാണ്. ആ സോൾഫുൾനെസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഹൈലി സ്പിരിച്വൽ ആണ്. ബിക്കോസ് ദ റിച്വൽ ഓഫ് ദ സ്പിരിറ്റ് ഈസ് കോൾഡ് സ്പിരിച്വൽ, നോട്ട് ദ റിച്വൽ ഓഫ് ദ ബോഡി, നോട്ട് ദ റിച്വൽ ഓഫ് ദ മൈൻഡ്. അപ്പോൾ ഒരു കാര്യം സ്പിരിറ്റിൻ്റെ റിച്വൽ ആകുമ്പോൾ അത് സ്പിരിച്വൽ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും റിച്വലിനപ്പുറത്തേക്ക് അത് ആത്മാവിൻ്റെ കർമ്മമാകുന്ന സമയത്ത് ശരീരത്തിൻ്റെയോ മനസ്സിനെയോ ബാധിക്കുന്ന സ്ഥല കാലബോധം അവിടുന്ന് മാഞ്ഞു പോകും. അപ്പോൾ സോൾഫുള്ളായിട്ട് ഒരാൾ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലേ, ആളുടെ മേലെ കയറി അമ്പ് ഊരിയെടുത്താലും ശരീരത്തിൽ നടന്ന ഒരു പ്രതിഭാസവും അറിയുന്നില്ല. സോളിനെ ടച്ച് ചെയ്യുന്ന മൊമെൻറ്റിൽ ഇമ്മേഴ്സീവായിട്ട് ചെയ്യുന്ന സമയത്ത് എന്താ, നിങ്ങൾ സോൾ ആൻഡ് സ്പിരിച്വൽ സ്റ്റേറ്റിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചെയ്യുന്ന കാര്യം നാച്ചുറലി ഹീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. ബിക്കോസ് ദ ഹീലിംഗ് എനർജി ലൈസ് ഇൻ യുവർ സോൾ. നിങ്ങളുടെ സോളിലാണ് എന്തുള്ളത്, ഹീലിംഗ് എനർജി ഉള്ളത്. ദാറ്റ് മീൻസ് നിങ്ങളെ തന്നെ നാച്ചുറലി ഹീൽ ചെയ്യാൻ. കാരണം ഈ ശരീരവും മനസ്സും എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്? ഈ ആത്മാവിന് കുടികൊള്ളാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ? അല്ല, അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെയാണ്, അറിയില്ലേ? ഈ സോളിഡിന് ഈ വേൾഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ, നമ്മൾ സ്പേസിൽ പോകുമ്പം സ്പേസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ സ്പേസ് സ്യൂട്ട് ഇട്ട് പോകണം. അല്ലാണ്ട് ഇങ്ങനെ പോയാൽ കരിഞ്ഞോ? ഇങ്ങോട്ടാ ചോദിക്കും, അല്ല സ്പേസ് കാണാൻ ഇക്വലത്തിലോ ഡ്രസ്സ് മാറ്റി എന്താണെന്ന് അറിയാം. കാരണം അവിടെ പോയി നിൽക്കണമെങ്കിൽ ആ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പേസ് സ്യൂട്ട് വേണം. ഇതേപോലെ സ്വർഗത്തിൽ അർമാദിച്ച് നടക്കുന്ന ആത്മാവിന് ഭൂമിയിലേക്ക് ഒരു ട്രിപ്പ് വരുമ്പം ഭൂമിയിലേക്ക് എൻ്റർ ചെയ്യുന്ന മുന്നേ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എങ്ങോട്ടാ? മണ്ണോണ്ട് ഉണ്ടാക്കി കൊടുത്താൽ അവിടെയൊക്കെ ലൈറ്റ് ആയിട്ട് വരുന്ന ഇതൊന്നും പറ്റൂല, ഒന്നും പറ്റൂല, ഇത് വേറെ നിയമങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? മണ്ണിൻ്റെ സ്യൂട്ട് ഇടണം. അതാണ് കളിമണ്ണോണ്ട് ഉണ്ടാക്കിയ സ്യൂട്ട്. ഇറ്റത് മാത്രമല്ല, അവിടെ പോയാൽ കണ്ണ് കാണണ്ടേ? കണ്ണ് കാണല്ലോ. അവിടെ 5 ഇന്ദ്രിയങ്ങളിലാണ് ഫംഗ്ഷൻ ചെയ്യുക. അപ്പോൾ ഇതൊരു മൈൻഡും ഫിക്സ് ചെയ്ത് തരും. ഇത് വെച്ചിട്ട് നോക്കാം, കാണാം, ഇത് ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് തന്നോളും. അപ്പോൾ അവിടെ ഒരു GPS പോലെ ഒരു മൈൻഡും തന്നിരിക്കുന്നു. അപ്പോൾ ഈ മനസ്സും ശരീരവും എന്ന് പറയുന്നത് ഭൗമ ലോകത്തിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധനങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ശരിക്കുള്ള പവർ എന്താ? ശരിക്കുള്ള പവർ എന്ന് പറഞ്ഞാൽ പണ്ട് ഋത്തിക് റോഷൻ്റെ മൂവിയിൽ ജാദുവിനെ പരിചയപ്പെടുത്തിയിരുന്നു, കോയി മിൽക്ക് എന്നുള്ള സിനിമയിൽ. നിങ്ങളിതൊന്നും കണ്ടില്ല? നിങ്ങളിപ്പോൾ ഏത് സിനിമ കണ്ടേ? ചെമ്മീനോ? നിങ്ങളിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുക്കണേ? അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ശരി, സ്പിരിച്വാലിറ്റി പറഞ്ഞിടത്ത് സിനിമ പറയുകയാണോ ചോദിക്കേണ്ട, മനസ്സിലായല്ലേ? യു ജസ്റ്റ് ഫോർ ദ റെഫറൻസ്. അപ്പം ആ മൂവിയിൽ ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ട്, ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഏലിയൻ പോലെ മറ്റൊരു ഗ്രഹത്തു നിന്ന് വന്നിരിക്കുന്ന ജാദു. അപ്പോൾ ഇങ്ങേർക്ക് അവിടുത്തെ പവർ ഉള്ളത് കൊണ്ട് തന്നെ ചില സ്പെഷ്യൽ മാജിക്കൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ഭൂമിയിലുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ചെയ്യാൻ പറ്റുന്നത്. അത് അവരെ പവറാണ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മൾ വേറെ ഏതോ യൂണിവേഴ്സിലേക്ക് പോയാൽ നമ്മൾ അവിടുത്തെ വലിയ ജാദു ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഒരു പെട്ടെന്ന് കണ്ണ് പൂട്ടി എണീക്കുമ്പോൾ ഒരു വേറൊരു യൂണിവേഴ്സിലേക്ക് നിങ്ങൾ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് പോയി. ചില പോർട്ടൽസ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. കോൺട്രവേഴ്ഷ്യൽ തിയറീസാണ്, കോൺസ്പിറസി തിയറീസാണ്. പെട്ടെന്ന് കണ്ണൂട്ടി എണീക്കുമ്പോൾ നിങ്ങൾ വേറൊരു യൂണിവേഴ്സിലെത്തിയും. അവിടെ നോക്കുമ്പോൾ അവിടെ ഫുള്ള് ഉറുമ്പുകളെ ലോകമാണ്. അവിടുത്തെ രാജാവ് ഉറുമ്പാണ്, ഒക്കെ സംഭവമാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ കൃഷി നടത്തുന്നതൊക്കെ ഉറുമ്പുകളാണ്, ഒക്കെ എത്തിരി പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഓരോ കൃഷിസ്ഥലത്തേക്ക് സാധനം കൊണ്ടുപോകാനൊക്കെ ഉറുമ്പുകൾ ഉണ്ടാക്കി ചെറിയ ഉന്തുവണ്ടിയൊക്കെ ഉണ്ട്. ഇതിലേക്കാണ് ഇവർ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് കൗതുകം തോന്നും. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ പോയിട്ട് പെട്ടെന്ന് പാവട്ടോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി കുറച്ച് സാധനം നമ്മൾ തന്നെ കൃഷി നടത്തി കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 10-15 ജന്മം എടുത്താലും ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങളൊരു സെക്കൻഡ് കൊണ്ട് ചെയ്ത് കൊടുത്ത്. ഓരോ പഠിച്ചവനാരാ? മനസ്സിലായില്ലേ? അപ്പോൾ അവരിങ്ങനെ നിങ്ങളെങ്ങനെ ആരാധിച്ച് പൂജിച്ച് ജസി ദേവത വന്നു എന്നൊക്കെ ആയിരിക്കും പറയാം. ഭൂമിയിൽ നിന്നും ഭൗമ ദേവത ഗോഡസ് നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നിരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളായിരിക്കും അവിടുത്തെ പ്രതിഷ്ഠ. ക്ലിയർ അല്ലേ? ബിക്കോസ് നിങ്ങൾ ചെയ്യുന്ന കാര്യം അവരെ ലിമിറ്റഡ് മൈൻഡ് വെച്ചിട്ട് എന്താണ്, അവർക്ക് എത്ര ജന്മം എടുത്താലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ നമ്മളെത്തുമ്പം നമ്മൾക്ക് ഇതുപോലെ ഒരു ഗോഡസ് പവർ കിട്ടലാണ്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ സ്ഥലകാല പരിമിതി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, സ്ഥലവും സ്ഥാനവും ബാധിക്കുന്ന, ഇതിൻ്റെ പരിമിതി ഇല്ലാത്ത നമ്മളിലെ ദേവതാഭാവമാണ് നമ്മുടെ സോൾ. അപ്പം നമ്മളെപ്പോഴാണോ പുറത്തുനിന്ന് സാധനം ഇറക്കാറ്, അതെങ്ങനെ, അതുണ്ട്, അതാണ് പ്രയർ. മീൻസ് ഞാൻ സ്വർഗത്തിലാണെങ്കിൽ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എവിടെയായിരുന്നു? സ്വർഗത്തിലായിരുന്നു. ആ ഗ്രാൻഡ് ഫാദർ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയുന്ന സാധനം ഇങ്ങോട്ട് വരുമായിരുന്നു. അതങ്ങോട്ട് ആവട്ടെ എന്ന് പറയുമ്പം അതങ്ങ് ആകുമായിരുന്നു. ആ ഒരു ജെനറ്റിക്സ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും
ഉണ്ട്. അത് ഡിവൈൻ ആണ്, ഹെവൻലി ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളിലും ഉണ്ട്. പക്ഷെ നമ്മൾ സ്യൂട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ സ്പിരിച്വലായിട്ട്, ദാറ്റ് മീൻസ് സോൾഫുൾ ആയിട്ട്, ഇമ്മേഴ്സീവ് ആയിട്ട് ഒരു കാര്യം ചെയ്യണത്, ആ സമയത്ത് ആക്ച്വലി നിങ്ങൾ ജാദു മറ്റേ പവർ ഇറക്കിയ പോലെ നിങ്ങളുടെ ഹെവൻലി പവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയോ? നമുക്ക് എല്ലാവർക്കും ഈ പവർ ഉണ്ടോ? ഇത് പുറത്തെടുക്കാനുള്ള വഴിയാണ് എന്ത് പറയുന്നത്? ബി ഇമ്മേഴ്സീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ കാര്യം ചെയ്ത് നോക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ചില ആൾക്കാർ ഇമ്മേഴ്സീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ അടിച്ചിട്ട് നമ്മളെ കണ്ണ് നിറയും. വി ഡോണ്ട് നോ വൈ. ബിക്കോസ് അവർ സോൾ സ്റ്റാർട്ട്സ് ടു കണക്ട്. നമ്മുടെ സോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അത് കണക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഐ ഡോണ്ട് നോ വൈ ഐ ആം ക്രൈയിങ്. എന്തിനാന്ന് പോലും അറിയില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ മീനിങ് ഡീകോഡ് ചെയ്യാൻ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ഒരു ഇമ്മേഴ്സീവ് കണക്ഷൻ നടന്നിട്ടുണ്ട്. അവർ പരിസരം മറന്നുപോയി, സമയം മറന്നുപോയി, അവൻ്റെ ശരീരത്തിൻ്റെ വിശപ്പ് മറന്നുപോയി, ശരീരത്തിൻ്റെ വേദന മറന്നുപോയി, അവൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരെ മറന്നുപോയി. അതല്ലേ അലാബി ദിക്രില്ലാഹി തത്മ ഇന്നുൽ ഖുലൂബ്. ഡിവൈൻ റിമെമ്പറൻസ് ആണ് മനസ്സിന് സമാധാനം തരാമെന്ന് പറഞ്ഞാൽ അത് ഏതാണ് ഡിവൈൻ റിമെമ്പറൻസ് എന്ന് പറഞ്ഞാൽ? ഡിവൈൻ റിമെമ്പറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഓർക്കുന്നതും മനസ്സ് ഓർക്കുന്നതും മറന്നിട്ട് ആത്മാവ് സ്മരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയായിട്ട് ഉണരാം. ക്ലിയർ? ആ സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മളെ എലവേറ്റ് ചെയ്യും നിങ്ങൾ ചെയ്യുന്ന ഇമ്മേഴ്സീവായിട്ട് ചെയ്യുന്ന എന്ത് കാര്യവും. ക്ലിയർ ആണോ? അപ്പോൾ അത് കലാത്മകമായിരിക്കും. ഇമ്മേഴ്സീവ് ആകുന്ന സമയത്ത് കലാത്മകമായിരിക്കും. കാരണം എല്ലാ മനുഷ്യന്മാരുടെ സോളും ഒരു കലാകാരനാകുന്നു. ക്ലിയർ? എല്ലാ മനുഷ്യൻ്റെ സോളും. നമ്മളെല്ലാവരും കലാകാരന്മാരാണ്. നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളാണ്. ക്ലിയർ ആയാലോ? നിങ്ങളെപ്പോഴാണോ നിങ്ങളുടെ ഹാർട്ട് ടച്ച് ചെയ്യുന്നത്, സോൾ ടച്ച് ചെയ്യേണ്ടത്, അപ്പോഴാണ് നിങ്ങളുടെ ഹാർട്ടിൽ നിന്നുള്ള ആർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു സ്റ്റേറ്റിൽ യു ക്യാൻ എക്സ്പ്ലോർ എ ലോട്ട് ഓഫ് തിങ്സ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ഇഷ്ടപ്പെടാം, നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് അല്ലാത്ത കാര്യങ്ങളെ കൺസിസ്റ്റൻ്റ് ആക്കി മാറ്റാം. അപ്പം നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഡെയിലി എങ്കിലും ഇത്തരത്തിലുള്ളൊരു ഇമ്മേഴ്സീവ് സംഭവം. ഇപ്പോൾ ചിലർക്ക് ഈ മണ്ഡല ദർശനമാണെങ്കിൽ ഇതുപോലെ യു ക്യാൻ ഡു മെനി തിങ്സ്. നിങ്ങൾക്ക് ഇതുപോലെ പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ ചൂസ് ഇറ്റ്, ലിസ്റ്റ് ഇറ്റ് അറ്റ് ഡെയിലി ബേസിസിലേക്ക് അതിനെങ്ങനെ കൊണ്ടുവരാൻ പറ്റും നോക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ചിലപ്പോൾ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ടൈംസ് ഇഫക്റ്റീവ് ആയിരിക്കും നിങ്ങൾ ഇമ്മേഴ്സ് ചെയ്തിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. എന്നോട് ചിലർ ചോദിക്കുള്ളൂ, നിങ്ങൾ ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറയും ഇല്ല, പിന്നെ നിങ്ങൾ എന്തിനാ അത് പഠിപ്പിക്കണത്? ചിലർക്കത് വർക്കാവും. അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കാര്യം എങ്ങനെ പഠിപ്പിക്കുക? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ കർമ്മം പഠിപ്പിക്കലല്ല എൻ്റെ ഉദ്ദേശം, സ്റ്റേറ്റ് പഠിപ്പിക്കലാണ്. ഐ ടീച്ച് സ്റ്റേറ്റ്സ്. അപ്പോൾ എനിക്ക് എൻ്റെ സെഷൻ ബാക്കിയുള്ളവർക്ക് മെഡിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഹെൽപ്ഫുള്ളാണ്. മനസ്സിലായോ? അപ്പോൾ മെഡിറ്റേഷൻ ഞാൻ കർമ്മപരമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിപ്പിക്കുന്നത്. വാട്ട് ഈസ് മെഡിറ്റേഷൻ എന്ന് മനസ്സിലാക്കാൻ യു ജസ്റ്റ് കം ആൻഡ് സിറ്റ് ഇൻ മൈ സെഷൻസ് ആൻഡ് സീ വാട്ട് ഈസ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. അപ്പോൾ മനസ്സിലായി എന്താ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി ഈ സ്റ്റേറ്റ് എനിക്ക് കിട്ടാൻ അതിന് പൊതുവേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് ആ സ്റ്റേറ്റിലേക്ക് എത്താം. ഇമ്മേഴ്സീവ് ജേർണലിംഗ്, പല കാര്യങ്ങളുണ്ട്. ഇതിലൂടെ ആ സ്റ്റേറ്റിലെത്താം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ മെഡിറ്റേഷൻ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിപ്പിക്കാതെ തന്നെ നമുക്ക് മെഡിറ്റേഷൻ കൺവേ ചെയ്യാൻ പറ്റുമോ? പറ്റും. ക്ലിയർ ആയില്ലേ? ദാറ്റ്സ് ഇറ്റ്.